നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ബാർ ഉടമകളിൽ നിന്ന് കെ മാണി കോഴ വാങ്ങിയതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വിജിലൻസ് കോടതി. 2 ഘട്ടമായി കോഴ വാങ്ങിയതിന് തെളിവുകൾ കോടതി ശരിവെച്ചു. മാണിയെ കുറ്റവിമുക്തനാക്കിയ അന്വേഷണ റിപ്പോർട്ട് തള്ളി. തുടരന്വേഷണത്തിന് ഉത്തരവ്. SP സുകേശൻ തന്നെ അന്വേഷിക്കണമെന്ന് നിർദ്ദേശം. രാജ്യാവശ്യം കെ മാണി തള്ളി. മുഖ്യമന്ത്രിമാർക്കെതിരെ മന്ത്രിമാർക്കെതിരെ തുടരന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അന്നൊക്കെയുള്ള കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങൾ എനിക്കും ബാധകമാണ്. മാണിക്ക് മുഖ്യമന്ത്രിയുടെ പിന്തുണ. വിജിലൻസ് ഡയറക്ടർ സ്ഥാനം വിൻസൻ എം പോൾ ഒഴിഞ്ഞു. വിജിലൻസിൻ്റെ സൽപ്പേരിന് ഇരുന്ന് ഒരു ചീത്തപ്പേര് വരാൻ പാടില്ല നിർബന്ധമുണ്ട്. സത്യം ജയിച്ചു എന്ന് DGP ജേക്കബ് തോമസ്. രാജി ആവശ്യപ്പെട്ട് മാണിക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ പ്രതിപക്ഷം. കേരള ഹൗസിലെ ബീഫ് വേട്ടയിൽ രാജ്നാഥ് സിംഗ് ഖേദം പ്രകടിപ്പിച്ചു. പോത്തിറച്ചി വിളമ്പാനും അനുവദിക്കില്ലെന്ന് ഹിന്ദുസേന. അസഹിഷ്ണുത ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ശാസ്ത്രജ്ഞൻ PM ഭാർഗവ പത്മഭൂഷൺ തിരിച്ചു നൽകി. പ്രതിഷേധവുമായി ചരിത്രകാരന്മാരും. ഇന്ത്യയിലേക്ക് മടങ്ങി വരണമെന്ന് അധോലോക ഭീകരൻ ഛോട്ടാ രാജൻ. കീഴടങ്ങിയതാണെന്ന വാർത്ത തെറ്റ്. ലഷ്കർ ഇ തോയ്ബ ഭീകരൻ അബു ഖാസിമിനെ സൈന്യം കൊലപ്പെടുത്തി. ബീഹാറിൽ BJP തോറ്റാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടുമെന്ന അമിത്ഷായുടെ പ്രസ്താവന വിവാദത്തിൽ. नीतीश लालू जीते तो परिणाम तो पटने में आएंगे मगर फटाके पाकिस्तान के अंदर चलेंगे. आप चाहते हैं पाकिस्तान वाले फटाके जलाएं? चाहते हैं? മോദി ഭിന്നിപ്പിക്കൽ തന്ത്രം വിജയിപ്പിക്കില്ലെന്ന് നിതീഷ് കുമാർ റിപ്പോർട്ടറിനോട്. ബാർകോഴ കേസിൽ ബാർ ഉടമകളിൽ നിന്ന് കെ മാണി കോഴ വാങ്ങിയതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വിജിലൻസ് കോടതി. മാർച്ച് 22, ഏപ്രിൽ 4 എന്നീ തീയതികളിൽ 2 ഘട്ടമായി കോഴ വാങ്ങിയതിന്റെ തെളിവുകൾ കോടതി ശരിവെച്ചു. മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് അന്വേഷണ സംഘം കൊടുത്ത റിപ്പോർട്ട് കോടതി തള്ളി. 2ാം ഘട്ടത്തിൽ 50 ലക്ഷം രൂപ കോഴ കൊടുത്തതിനെക്കുറിച്ച് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. SP സുകേശൻ തന്നെ അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 1988 അഴിമതി നിരോധന നിയമപ്രകാരം അഴിമതി കേസുകളിൽ വിചാരണയ്ക്കായി സാഹചര്യ തെളിവുകൾ മാത്രം മതിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെ മാണി അഴിമതി നടത്തിയെന്ന് തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക കോടതി വ്യക്തമാക്കുന്നത്. 2014 മാർച്ച് 22 ഏപ്രിൽ 2 നടന്ന കോഴ ഇടപാടുകളിൽ പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്നും മതിയായ തെളിവുകൾ ഇതിനുണ്ടെന്നും ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടൻ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഏപ്രിൽ 2 10 ലക്ഷം രൂപ കൈമാറിയതിന് നേരിട്ടുള്ള തെളിവുകളുണ്ട്. ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ വഴി പണം കൈമാറുന്നത് കണ്ടുവെന്നാണ്. അമ്പിളി താൽപര്യമുള്ള സാക്ഷിയാണെന്ന് പ്രോസിക്യൂഷന്റെ വാദം വിചാരണ വേളയിൽ മാത്രം പരിശോധിക്കേണ്ടതാണെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. 2014 മാർച്ച് 22 കെ മാണിയുടെ പാലയിലെ വസതിയിൽ വെച്ച് 15 ലക്ഷം രൂപ ബാർ ഉടമയായ ജോൺ കല്ലാട്ടിന് കൈമാറിയെന്നാണ് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ ട്രഷറർ ജേക്കബ് കുര്യൻ നൽകിയിരിക്കുന്ന മൊഴി. ഈ പണം മാണിയുടെ വസതിക്കകത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടതായും ജേക്കബ് കുര്യൻ പറയുന്നുണ്ട്. പണം കെ മാണിക്ക് നൽകിയില്ലെങ്കിൽ ജോൺ കല്ലാട്ട് അത് ട്രഷറർക്ക് തിരിച്ചു നൽകേണ്ടതായിരുന്നു. അതുണ്ടായിട്ടില്ലെന്ന് വിധിന്യായത്തിൽ ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടൻ ചൂണ്ടിക്കാട്ടുന്നു. അതായത് മാർച്ച് 22 ഏപ്രിൽ 2 25 ലക്ഷം രൂപ കെ മാണി കോഴ വാങ്ങിയെന്ന് സംശയത്തിനിട നൽകാതെ കോടതി വ്യക്തമാക്കുന്നുണ്ട്. 2ാം ഘട്ടം 50 ലക്ഷം രൂപ നൽകിയത് 2014 മാർച്ച് 30 31 എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. ബിജു രമേശ് ഹാജരാക്കിയ ഫോൺ ശബ്ദരേഖകളുടെ പരിശോധനയും ഇതുവരെ നടന്നിട്ടില്ല. ഈ കേസിലേക്ക് ഏതെങ്കിലും തരത്തിൽ അത് സഹായം ചെയ്യുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ പിരിച്ചെടുത്ത നിയമഫണ്ടിനെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇത് പരിശോധിച്ചാൽ മാത്രമേ 2ാം ഘട്ടത്തിൽ 50 ലക്ഷം രൂപ കൈമാറിയോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ തുടരന്വേഷണം നടത്തണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജ് ജോൺ കെ ഇല്ലിക്കാടൻ 61 പേജുള്ള വിധിന്യായത്തിൽ പറയുന്നത്. 2 ഘട്ടമായി 25 ലക്ഷം രൂപ കെ മാണി കോഴ വാങ്ങിയെന്ന കോടതിയുടെ കണ്ടെത്തൽ വിചാരണ നടത്താൻ പര്യാപ്തമായ ഒന്നായി മാറും. 31-ാം തീയതി 50 ലക്ഷം രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം കൂടി വരുമ്പോൾ മാണിക്കുമേലുള്ള കുരുക്ക് മുറുകുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കെ രതീഷിനൊപ്പം സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ. ബാർകോഴ കേസിലെ വിജിലൻസ് കോടതിയുടെ വിധിന്യായത്തിൽ വിജിലൻസ് ഡയറക്ടർക്കെതിരെ രൂക്ഷ വിമർശനം. വസ്തുതാവിവര റിപ്പോർട്ട് മാറ്റാൻ അന്വേഷണ ഉദ്യോഗസ്ഥനുമേൽ വിജിലൻസ് ഡയറക്ടർ സമ്മർദ്ദം ചെലുത്തിയതായി വിധിന്യായത്തിൽ പറയുന്നു. അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അധികാരമെന്നും കോടതി നിരീക്ഷിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് പ്രശംസിച്ച ജഡ്ജി ജോൺ ജെ ഇല്ലിക്കാടൻ വിജിലൻസ് ഡയറക്ടർക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. അന്തിമ റിപ്പോർട്ടിൽ വിജിലൻസ് ഡയറക്ടറുടെ അഭിപ്രായമാണ് പ്രകടമാകുന്നതെന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ വസ്തുതാവിവര റിപ്പോർട്ടോ ശേഖരിച്ച തെളിവുകളോ പരിശോധിക്കാതെ വിജിലൻസ് ഡയറക്ടർ തന്റെ മേൽനോട്ടധികാരം ഉപയോഗിച്ച് അവയെല്ലാം നിരാകരിച്ചു. ഇത് മോശമായ പ്രവണതയാണ്. തന്റെ റിപ്പോർട്ടിനനുസൃതമായി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ വിജിലൻസ് ഡയറക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥന്മേൽ സമ്മർദ്ദം ചെലുത്തിയതായും കോടതി വിധിന്യായത്തിൽ നിരീക്ഷിച്ചു.
എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായി പ്രത്യേക രീതിയിൽ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥന് അവകാശമില്ലെന്നും കോടതി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ അവകാശമെന്നും അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകൾ പരിശോധിച്ച ശേഷം വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ ഡയറക്ടർക്ക് തുടരന്വേഷണത്തിന് നിർദ്ദേശിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ അതുമുണ്ടായില്ല. നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളെ മറികടന്ന് പുറത്തുനിന്ന് നിയമോപദേശം തേടിയതിന് തൃപ്തികരമായ മറുപടി പ്രോസിക്യൂഷൻ നൽകിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ആന്റണി രാജു, VS സുനിൽകുമാർ, ബിജു രമേശ്, ബിനോയ് എലഗൻസ് ബാറുടമ, അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് വ്യത്യസ്ത സ്റ്റുഡിയോകളിൽ. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ്? ഇതിന് രാഷ്ട്രീയ പ്രത്യാഘാതം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ശ്രീ KM മാണിയെ പോലെ 25 കൊല്ലം മന്ത്രിയായിരുന്നിട്ടുള്ള 50 കൊല്ലം നിയമസഭാംഗമായിരിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ ഒരു വളരെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇന്നിങ്സ്, രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാനത്തെ ഇന്നിങ്സ് എന്ന് പറയാവുന്ന സാഹചര്യത്തിൽ ഇതുപോലെ അപമാനിതനായി നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹം രാജിവെക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശ്രീ KM മാണിക്കെതിരായിട്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് 10 കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ FIR പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചു. കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ഉളുപ്പുണ്ടായിരുന്നു, KM മാണിക്ക് ദൈവാധീനം കൊണ്ട് അതില്ല. എന്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് കത്തോലിക്ക സഭയുടെ പിന്തുണയുണ്ട്, മെത്രാന്മാരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ടല്ലേ ഇത്ര ധിക്കാരമായിട്ട് അന്നും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം വന്നപ്പോൾ ഒരു മുസ്ലിം സംഘടന അദ്ദേഹത്തെ പിന്താങ്ങിയില്ല. വന്നിട്ടും പോയിട്ട് മുസ്ലിം ലീഗ് മാത്രമാണ് ദുർബലമായ ഒരു പ്രതിരോധം ഉണ്ടാക്കിയത്. ഇവിടുത്തെ സ്ഥിതി എന്താ? ഇവിടെ കത്തോലിക്ക മെത്രാന്മാർ ക്യൂ നിൽക്കുകയാണ് KM മാണിക്ക് പിന്തുണ കൊടുക്കാൻ. ഇപ്പോൾ ഈ കേസ് വിധിച്ച ജഡ്ജിയുടെ മേലൊക്കെ തന്നെ എന്തൊക്കെ സമ്മർദ്ദങ്ങളുണ്ട്, എന്തൊക്കെ സ്വാധീനം ഉണ്ടായിക്കണം നമുക്കറിയാവും. ജോൺ K. ഇല്ലിക്കാടൻ ഒരു സുറിയാനി കത്തോലിക്കനാണ്. മനസ്സിലായില്ലേ? ഞാൻ കൂടുതൽ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞാൽ കോടതിയെ ലക്ഷ്യവും. ഇതൊക്കെ ശുദ്ധ തോന്നിവാസമാണ്. ഇവിടെ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത പരിശുദ്ധമായ മാരമൺ കൺവെൻഷൻ പന്തലിൽ നിന്നുകൊണ്ട് KM മാണിക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുത്തു. നായർ സമുദായ ഉടമസ്ഥൻ, നാണമാവ അയാളുടെ പേര് പറയാം, സുകുമാരൻ നായർ, ഇയാളൊരു പരിശുദ്ധനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തെ കരയോം പോലും പ്രമേയം പാസ്സാക്കി നാണക്കേടാണെന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ഉളുപ്പില്ലാത്ത കുറേ മതമേലധ്യക്ഷന്മാരും കുറേ സമുദായ നേതാക്കന്മാരും പിന്തുണയുണ്ട്. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അത്ര പ്രബലനായ നേതാവാ? തെരഞ്ഞെടുപ്പിന് 3-4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിലാണ് ജോൺ K. ഇല്ലിക്കാടൻ്റെ ഒരു വിധി വരുന്നത്. അതിൽ മാണി പണം വാങ്ങിയതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ 50 ലക്ഷം രൂപ കൊടുത്തോ ഇല്ലയോ അത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ 30-നാണോ 31-നാണോ എന്നത് സംബന്ധിച്ച് അവ്യക്തത പറയുന്നുണ്ട്. അത് പുനരന്വേഷിക്കണം. പിന്നെ ബാറുടമകളുടെ CD ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല, അത് തീർക്കണം. അതുപോലെ തന്നെ ഇവരെത്ര പിരിച്ചു, KBH എത്ര പിരിച്ചു എന്നത് സംബന്ധിച്ച് കണക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്മേലും അന്വേഷണം എന്നതിൻ്റെ കൊണ്ട് മാത്രമാണ് ഇക്കാര്യത്തിലൊരു തുടരന്വേഷണം പറഞ്ഞിരിക്കുന്നത്. മാണിക്ക് 50 ലക്ഷം രൂപ കിട്ടി എന്നുള്ള കാര്യത്തിൽ പാലായിൽ വെച്ചും തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചും കൊടുത്തു എന്ന കാര്യത്തിൽ ഈ വിധിയിൽ തന്നെ തെളിവുകളുണ്ട് എന്ന് ജോൺ K. ഇല്ലിക്കാടൻ പറയുകയാണ്. തെരഞ്ഞെടുപ്പിന് 4 ദിവസം മുമ്പ്. അല്ല, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കോടതിക്ക് ബാധകമല്ല. ഇവിടെ മന്ത്രിമാർക്ക് പ്രഖ്യാപനം നടത്തുന്നതിനും ഉദ്ഘാടനം നടത്തുന്നതിനും നാട മുറിക്കുന്നതിനും മാത്രമേ തടസ്സമുള്ളൂ. ജഡ്ജിമാർ കേസ് വിധിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടം ബാധകമല്ല. അവർ കേസ് തീരുന്ന ക്രമത്തിൽ വിധി പറയും. ജോൺ K. ഇല്ലിക്കാടൻ SFIക്കാരനായിരുന്നു, അല്ലെങ്കിൽ CPIMLൻ്റെ അനുഭാവിയാണെന്നൊക്കെ നാളെ നമ്മുടെ സുഹൃത്തുക്കൾ ആന്റണി രാജു അടക്കമുള്ളവരൊക്കെ ആരോപണം ഉന്നയിക്കും. പാകിസ്ഥാൻ ചാരനായിരുന്നു എന്ന് പണ്ട് അനീഫയ്ക്കെതിരെ പറഞ്ഞ പോലെ. അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഉളുപ്പില്ലാത്ത ആളുകൾക്ക് എന്തും പറയാം. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ KM മാണി എന്ത് ചെയ്താലും രാജിവെക്കുകയില്ല, തല്ലി കൊന്നാലും രാജിവെക്കില്ല. ഞാൻ അദ്ദേഹം രാജിവെക്കണമെന്ന് പറയണില്ല. എനിക്ക് പറയാനുള്ളത് VM സുധീരൻ്റെ കാര്യമാണ്. ഇതുപോലൊരു ആദർശധീരൻ എവിടെ അദ്ദേഹം പറയട്ടെ. ഈ KM മാണിയെ ഏറ്റവും ശക്തമായിട്ട് ഇന്നുവരെ പിന്തുണച്ച ആൾ VM സുധീരനല്ലേ. ഉമ്മൻചാണ്ടിയെക്കുറിച്ചോ മാണിയെക്കുറിച്ചോ ഞാൻ ഒന്നും പറയുന്നില്ല. അവരെവിടെയെങ്കിലും പോട്ടെ. ഇവിടെ പന്തള സുധാകരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഇല്ലേ, ഓർമ്മയില്ലേ? ഇതേ ചാനലിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ അജയ് തറയിൽ പറഞ്ഞു, മാണി സാർ ഇനി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ശരിയല്ല. VD സതീശൻ നിങ്ങളുടെ തന്നെ പരിപാടിയിൽ പറഞ്ഞു, 2ാം UPA സർക്കാരിൻ്റെ കാലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്, ഇത് വലിയ അപവാദമാകും. AK ആന്റണി ഭംഗേന്ദ്രയുടെ പറഞ്ഞു, അഴിമതി എല്ലാ നിലയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ പറഞ്ഞത് പോട്ടെ. ഇവിടെ VM സുധീരൻ എന്ന് പറഞ്ഞ മഹാനായ KPCC പ്രസിഡന്റ് ഉണ്ട്, ആദർശത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലൻ. അദ്ദേഹം എവിടെ? ബാക്കി എല്ലാവരും വിട്. ബിജു രമേശ് പോട്ടെ, KM മാണി പോട്ടെ, അവരൊക്കെ എവിടെയെങ്കിലും പോട്ടെ. VM സുധീരൻ എന്ന് പറയുന്നു ഇത്ര വലിയ അഴിമതി പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയതിന് ശേഷം. ഉമ്മൻചാണ്ടി അല്ലല്ലോ VM സുധീരൻ, അദ്ദേഹം എന്ത് പറയുന്നു? എനിക്കതറിയുന്നത്. ഇവിടെ ശ്രീ ബിനോയ്, നമുക്ക് ആ കേസിൻ്റെ മറ്റ് മെറിറ്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് 50 മുതൽ 59 വരെയുള്ള പേജുകളാണ് ഇതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ട്.
അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വിശകലനത്തിലേക്ക് പോകാം. 61 വരെ വിജയമുള്ള 50 മുതൽ 61 നിശ്ചിതമായ വിമർശനങ്ങളോ അല്ലെങ്കിൽ കുറ്റാരോപണങ്ങളോ വിധിന്യായങ്ങളോ ഒക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നതിൻ്റെ തുടക്കത്തിലെ കാര്യം തന്നെയാണ് കെ മാണി പണം ആവശ്യപ്പെട്ടതിൻ്റെ തെളിവ്. അതാണല്ലോ സാധാരണഗതിയിൽ അഴിമതി നിരോധന നിയമപ്രകാരം കണക്കാക്കുക. അവിടെ കെ മാണി ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്ന ഘട്ടത്തിൽ അത് നീട്ടിവെക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ്. അത് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കെ എം മാണി അത് നീട്ടിവെപ്പിക്കാൻ പണം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു അത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് ആ നിലയ്ക്ക് കെ എം മാണിക്ക് പണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഒരാഴ്ചത്തേക്ക് ക്യാബിനറ്റ് തീരുമാനം നീട്ടിവെപ്പിച്ചത് എന്നും അതാണ് നിങ്ങളുടെ ബാർ ലൈസൻസ് എല്ലാം തന്നെയും കുളമാകാനൊക്കെ കാരണം. യഥാർത്ഥത്തിൽ നിങ്ങൾ ബാർ ഉടമകൾ പണം കൊടുത്തു എന്നതിൻ്റെ ആദ്യത്തെ തെളിവായി ജോൺ ഇല്ലിക്കാരൻ അത് ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ആ സാധാരണ പോലെ തന്നെ ഒരു പ്രൊസീജിയറാണ് ഈ പുതുക്കുക എന്നുള്ളത്, ഈ ബാർ ലൈസൻസ് പുതുക്കുക എന്നുള്ളത്. ഈ ഒരു വർഷം മാത്രം ഇത് ക്യാബിനറ്റിൽ കൊണ്ടുപോയി ക്യാബിനറ്റിന് ഡിസിഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ മാണി സാറ് പറഞ്ഞു ഇത് മാറ്റിവെക്കുക, തൽക്കാലം മാറ്റിവെക്കുക, ഇത് ലോ മിനിസ്റ്റർ അറിയാത്ത ഒരു കേസാണ്, അതുകൊണ്ട് ലോ മിനിസ്റ്റർ കണ്ടില്ല എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കാൻ പറഞ്ഞു. അതിന് ചില ഉള്ളുകളികളും കളികളും ഒക്കെ ഉണ്ടാവാം, അതുകൊണ്ടാണോ അത് ഇങ്ങനെ മാറ്റിവെക്കുന്നത്. 26/3 നിന്നും 2/4 വൈകിപ്പിച്ച നിയമമന്ത്രി റെക്കോർഡ്സ് പരിശോധിക്കാതെ ലോ സെക്രട്ടറി ഫോണിലൂടെ വിളിച്ച് നിയമോപദേശം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എ ജിയുടെ അഭിപ്രായം തന്നെയാണ് പിന്നീട് ഫോണിൽ വിളിച്ചാണെങ്കിൽ പോലും മന്ത്രി നിർദ്ദേശിച്ചത്. ദാറ്റ് മീൻസ് വെർച്വലി there was no purpose in the postponement of the matter from the cabinet meeting held on 26/3/2014 to 2/4/2014. അതിൻ്റെ അർത്ഥം ഇവിടെ പണം വാങ്ങുന്നതിന് വേണ്ടിയാണ് 26 നിന്നും 2 നീട്ടിവെപ്പിച്ചത്. എത്ര പണം നിങ്ങൾ പിരിച്ചെടുത്തിട്ടുണ്ടാവും, എത്ര പണം നൽകിയിട്ടുണ്ടാവും? തീർച്ചയായിട്ടും ഇത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ഇത് മാറ്റിവെച്ചത്, അല്ലാതെ അത് മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ഇത് അന്വേഷിക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊരു മീഡിയേറ്റർ ഉണ്ടല്ലോ, ഒരു സൂത്രധാരകനുണ്ട്. എന്താണേലും ഈ കെ മാണി പണം ചോദിക്കുന്നതും മേടിക്കുന്നതിനും ഒക്കെ അതൊന്നും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. നമ്മളുടെ അല്ല, അത് ഒരാളുണ്ടാവാം. ഏതായാലും ഞാനൊന്നിപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ ഇലക്ഷൻ്റെ ഒരു വൈകി വേളയിൽ ഞാൻ അതൊന്നും പറയുന്നില്ല. ഏതായാലും ഇതെല്ലാം ഞങ്ങൾ പറയേണ്ടി വരും. ഞങ്ങളുടെ നേതാക്കന്മാർ പ്രസിഡന്റ് അടക്കം, അതായത് വൈസ് പ്രസിഡന്റ് പോളക്കുളം കൃഷ്ണദാസ് അടക്കമുള്ള ആളുകളെ വിളിച്ച് കൃത്യമായി ഇനി ഇതിന് ഒരു എവിഡൻസ് ചോദിച്ച് മനസ്സിലാക്കണം. അന്ന് ഞാനുണ്ടായിരുന്നു. അവർ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. അവർ മൊഴി നൽകിയിട്ടില്ലല്ലോ. മൊഴി നൽകാൻ ഞാനും സുകേശൻ സാറിൻ്റെ അടുത്ത് ഞാനുണ്ട്, വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് ഉണ്ട്, പ്രസിഡന്റ് ഉണ്ണിച്ചേട്ടനുണ്ട്. ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് പറഞ്ഞപ്പം ഇവർ പറഞ്ഞു കൊടുക്കുന്ന മൊഴി കേട്ടപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് മുഴുവൻ തെറ്റാണ്, നിങ്ങൾ എന്തിനാണ് പറയുന്നത്. 26 നിന്നും 2/4/2014 തീരുമാനം മാറ്റിവെപ്പിക്കാൻ അന്നത്തെ നിയമമന്ത്രി, ഇപ്പോഴത്തെയും നിയമമന്ത്രിയായ കെ എം മാണി ശാഠ്യം പിടിക്കുന്നു. അപ്പോൾ കെ മാണിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബാർ ഉടമകളിൽ നിന്ന് പണം അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. അത് കിട്ടുന്നതിന് വേണ്ടിയാണ് 26 എടുക്കേണ്ട തീരുമാനം. 31-ാം തീയതി ബാർ ലൈസൻസ് പുതുക്കിയില്ലെങ്കിൽ കാലാവധി തീരുകയാണല്ലോ. 26-ാം തീയതിയാണ് അതിന് തൊട്ട് മുമ്പിലുള്ള ക്യാബിനറ്റ് മീറ്റിംഗ്. 26-ന് പക്ഷേ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല കെ മാണിയുടെ ശാഠ്യത്താൽ. അതുകൊണ്ട് തന്നെ 31-ന് നിങ്ങളുടെ ബാർ ലൈസൻസുകൾ ലാപ്സായി പോകുന്നു. 2-ാം തീയതി തീരുമാനമെടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഈ 2-ാം തീയതിക്കുള്ളിലാണ് മാണി പണം വാങ്ങിയതായി പ്രഥമ ദൃഷ്ട്യാ ജോൺ കെ ഇല്ലിക്കാടിൻ്റെ വിധിയിൽ തെളിവുള്ളത്. അതെ, അപ്പോൾ നിങ്ങൾ പണം കൊടുത്തു എന്ന് ഒരു വിധിന്യായത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എത്ര പണം കൊടുത്തു? അല്ല, തീർച്ചയായിട്ടും പണം കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. പണം കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ അസോസിയേഷൻ പിരിച്ചെടുത്തിരിക്കുന്ന പൈസകൾ ആർക്ക് കൊടുത്തു? അവർ പറഞ്ഞു ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. എങ്കിൽ പിന്നെ എവിടെ പോയി? ഈ ഒരു ചോദ്യം നെയ്യേഴ്സ് എന്നോട് ഒരു ദിവസം ചോദിച്ചു. ഈ പൈസ വേണം, അല്ല പൈസ എവിടെ, പണം എവിടെ, തൊപ്പി എവിടെ എന്നൊക്കെ ഈ ചോദിച്ച ബിനോയിയാണ്. ഇപ്പോൾ ബിനോയ്ക്ക് പണത്തിന്റെ കണക്കും വേണ്ട, ഒന്നും വേണ്ടെന്ന് ഒരു ദിവസം എന്നോട് പറഞ്ഞു. നിങ്ങൾ വലിയ ഇവിടെ കൊച്ചിയിൽ വെച്ച് നടന്ന യോഗത്തിൽ നിങ്ങളൊക്കെ അട്ടഹസിച്ചല്ലോ. അടുത്ത മാസം ഇക്കാര്യത്തിന്റെ കണക്ക് അവതരിപ്പിക്കാമെന്ന് ഉണ്ണി ആ മീറ്റിംഗിൽ നിങ്ങളെ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ കണ്ണിലും പൊടിയിട്ടു. അതിനുശേഷം ഇത് എന്തിയെ വിനോയ്ക്ക് എവിടെ പോയി, വിനോയ്ക്ക് ഇപ്പം കണക്കും വേണ്ട, തൊപ്പിയും വേണ്ടെന്ന് എന്നോട് നിർദ്ദേശം. അന്നേരം ഞാൻ പറഞ്ഞു ഇപ്പം കേസ് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ കേസിൽ മാത്രം ശ്രദ്ധിക്കുക, ഈ പണത്തിൻ്റെ കണക്കൊന്നും ചോദിച്ച് ഞങ്ങൾ വെറുതെയല്ല, ഇത് കൃത്യമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ ആർക്കൊക്കെ കൊടുത്തു, ഇത് ആര് വഴിയാണ് കൊടുത്തത് എന്ന് കൃത്യമായി ഞങ്ങൾ പറയും. 2014 മാർച്ചിൽ ലീഗൽ ഫണ്ടായി KBHA പിരിച്ച പണം എത്രയാണ് എന്നത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണം എന്ന്
ജോൺ കെ ഇല്ലിക്കാടന്റെ വിധിയിൽ പറയുന്നു. വളരെ നല്ല എത്ര കോടി രൂപ പിരിച്ചിട്ടുണ്ട്? എത്ര കോടിയെന്ന് കൃത്യമായി എനിക്ക് കണക്ക് പറയാൻ എനിക്ക് അറിയത്തില്ല. എല്ലാ ബാർ ഉടമയും കുറഞ്ഞത് 1-2 ലക്ഷം രൂപ വെച്ച് 700 ബാർ ഉടമകൾ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. അത് എവിടെ പോയി, അതായത് എവിടെ പോയി വെച്ചാൽ കേസിന് വേണ്ടി എന്ത് ഉപയോഗിച്ചു, ആർക്കൊക്കെ കൊടുത്തു, ഇതെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞല്ലോ. ഓരോരുത്തർ കുട്ടിക്കൊഴിച്ച് പറയുന്നുണ്ടല്ലോ 101 പ്രാവശ്യം അന്വേഷണം വരട്ടെ എന്ന്. 101 പ്രാവശ്യം അന്വേഷണം വന്നാൽ എന്ത് സംഭവിക്കും ചോദിച്ചാൽ മാണി സാറിനൊപ്പം കുറച്ച് പേരൂടെ പെടും. അതാരാണ് കുറച്ച് പേര്? നിങ്ങളുടെ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി, വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് അടക്കമുള്ളവർ നുണപരിശോധനയ്ക്ക് വിധേയനാകുന്നതിന് വേണ്ടി കോടതി നടപടികൾ പരമാവധി നീട്ടി നോക്കി അവസാനം നുണപരിശോധനയ്ക്ക് വിധേയരാകാൻ തയ്യാറല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് രാജ്കുമാർ ഉണ്ണി തന്നെ ഇൻഫോർമലായി പലരോടും പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്രെഡിബിലിറ്റി അവസാനിപ്പിക്കാൻ കഴിയില്ല, ഞങ്ങൾ ഇനിയും പല മന്ത്രിമാരുടെ അടുത്തേക്ക് പോകാനുള്ളതാണ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ആളായിട്ട് ഞങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യവസായത്തെ രക്ഷിക്കാനാണോ ഈ ബാർ ഉടമകളുടെ സംഘടനാ നേതാക്കൾ ശ്രമിച്ചത്, അതോ സ്വന്തം വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ? തീർച്ചയായും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമേ. ഞങ്ങൾ 700 പേരെയും മറന്നിട്ട് അവരുടെ വ്യക്തിപരമായ താല്പര്യം മാത്രം, അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പല മീറ്റിംഗ് കൂടുകയും ഞങ്ങൾ അതിൽ നിന്ന് വേർതിരിഞ്ഞൊരു സിറ്റുവേഷൻ, ഒരു സ്ഥിതി ഉണ്ടാകുകയും സ്വീകരിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോയത്. പക്ഷേ മുന്നോട്ട് പോയില്ല. അത് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കേസ് സുപ്രീം കോടതിയിൽ നിന്ന് ഇറങ്ങി എത്ര മാസങ്ങൾ നീണ്ടു ഞങ്ങളുടെ കേസ്, അത് കഴിഞ്ഞ് അതിന് വിധി ഇതുവരെ വന്നില്ല, 2.5 മാസമായി. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്താണെങ്കിലും ഞങ്ങൾ ഇതിൻ്റെ കണക്ക് പറയിപ്പിക്കും. നിരവധി തെളിവുണ്ട്. ഞാൻ പറയട്ടെ, ഈ മാണി സാറിന് പൈസ കൊടുത്തതിൻ്റെ ഓരോ ദിവസങ്ങളും ഞാൻ പറഞ്ഞൊരു സൂത്രധാരൻ ഉണ്ടാവുമെന്ന്. ആ സൂത്രധാരൻ ആരാണെന്ന് കണ്ടെത്താനോ ഇത് മാത്രം നോക്കിയാൽ മതി. വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസിൻ്റെ കോൾ ഡീറ്റെയിൽ എല്ലാ ദിവസവും തലേ ദിവസം ഈ പൈസ കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ തലേ ദിവസം കോൾ ഡീറ്റെയിൽസ് അല്ല, അത് തന്നെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് വ്യക്തമാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനുശേഷം മനസ്സിലാക്കിക്കൊണ്ടല്ലോ ഞാൻ പറഞ്ഞത്, തലേദിവസം എവിടെ ഇതൊരു ഓപ്പറേറ്റ് ചെയ്യണമല്ലോ. ഇത് ഉണ്ണി കൊടുത്തു എന്ന് പറയുന്നത് എന്ത് പാട്ടെ, അത് കൊടുത്തു ആ പുള്ളിയായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ആരൊക്കെയാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്നറിയാൻ തലേ ദിവസം വൈകിട്ട് ഇവരുടെ ഉച്ച കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം ഈ പണം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇത് 700 ബാർ ഉടമകൾ 1-2 ലക്ഷം രൂപ എന്നുള്ള നിലയിൽ രണ്ടല്ല, പക്ഷേ വിനയം കൊണ്ട് ബിനോയ് പറയുന്നത് 1-2 ലക്ഷം രൂപ എന്നാണ്. അപ്പം തന്നെയായി 14 കോടി രൂപ. ഈ 14 കോടി രൂപ മാർച്ച് 2014 പിരിച്ചെടുത്തിട്ടുണ്ടെന്ന് ബിനോയ് പറയുന്നു. ബിനോയ് ആളെന്നറിയാമല്ലോ? എനിക്കറിയാം. അറിയാം. അപ്പോൾ 14 കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ പാവം മാണി സാറിന് 4 ഗഡുവായിട്ട് 1 കോടിയാണ് ആകെ കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു അപമാനമാണ്. കേരളത്തിൽ 25 കൊല്ലം മന്ത്രിയായിരുന്ന ആൾക്ക് വേറെ 1 കോടി രൂപ 3 ഗഡുവോ 4 ഗഡുവായിട്ട് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ വലിയ അഴിമതിക്കാരനായിട്ട് ബഹുജന മധ്യത്തിൽ നിൽക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ ഫൈറ്റിംഗ് പോലുമായി ഇല്ലേ. 10 കോടി മേടിച്ച വേറൊരു യോഗ്യൻ വളരെ പൊടി പറപ്പിച്ച് കാറിൽ കൂടി യാത്ര ചെയ്തു. ബിനോയ്ക്ക് അറിയാമല്ലോ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ എന്തായിരുന്നു ആസ്തി ഉണ്ടായിരുന്നു, ഇപ്പം എന്താണ് ആസ്തി? ഉടുതുണിക്ക് അതാ പറഞ്ഞത്, അതല്ലേ ഞാൻ ചോദിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ ബാബുവിന്റെ ബിനാമിയാണ് ബിനോയ് എന്നാണ്, ബിനോയിയുടെ ബിനാമിയാണ് കെ ബാബു എന്നൊക്കെയാണ് ശത്രുക്കൾ പറയണത്. എനിക്കറിയില്ല. ഇവിടെ ഗുരുതരമായ ഒരു ആരോപണം എന്താ ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ ബിജു രമേശ് ആണ് ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ബിനോയ് പറയുന്നു 700 ബാർ ഉടമകളിൽ നിന്ന് 1-2 ലക്ഷം രൂപ വെച്ച് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 14 കോടി രൂപയെങ്കിലും മാർച്ച് മാസം 2014 ബാർ ഉടമകൾ പിരിച്ചിട്ടുണ്ട് എന്ന്. ഈ പണം എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ സംസ്ഥാന നേതാക്കളോട് ചോദിക്കാനിരിക്കുകയാണ്. ഇതിനൊരു സൂത്രധാരനുണ്ട്. കൃഷ്ണദാസിൻ്റെ കോൾ ഡീറ്റെയിൽസ് തലേ ദിവസത്തെ ഈ പറയുന്ന ഡേറ്റുകളുണ്ടല്ലോ, പ്രഥമ ദൃഷ്ട്യ മാണിക്ക് പണം കൊടുത്തു എന്ന് ജോൺ കെ ഇല്ലിക്കാടൻ കണ്ടെത്തിയ തീയതിയുടെ തലേ ദിവസത്തെ കൃഷ്ണദാസിൻ്റെ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ സൂത്രധാരനെ കണ്ടെത്താൻ കഴിയും. എനിക്ക് കൃഷ്ണദാസിനെ ടെലിഫോണിൽ വേണം. കൃഷ്ണദാസിനെ പറയൂ ബാക്കി. അല്ല, തീർച്ചയായിട്ടും ഇത് ഈ രീതിയിലുള്ള അന്വേഷണം നടത്തിയാലല്ലേ ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇതുകൊണ്ട് ബിജു രമേശിന്റെ ആരോപണമാണെങ്കിൽ ഇപ്പോൾ ഇതാ എലഗൻസ് ബിനോയ് കൂടി സാധൂകരിക്കുന്ന രീതിയിൽ വ്യാപ്തി വർദ്ധിച്ചു. ഞാൻ പറഞ്ഞത് ഇതാണ്. ഈ കേസ് ഉണ്ടായപ്പോൾ തന്നെ VS അച്യുതാനന്ദൻ ബുദ്ധിയായിട്ട് പറഞ്ഞ് CBI അന്വേഷിക്കണം. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു വേണ്ട, കാരണം വെച്ചാൽ അദ്ദേഹത്തിന് CBI എന്ന് കേട്ടാൽ വലിയ കലിപ്പാണ്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇതൊക്കെ സത്യത്തിൽ ഒരു സുതാര്യമായ അന്വേഷണം നടത്തിയാൽ ഇവിടെ പല വിഗ്രഹങ്ങളും തകരും. പല ആളുകളുടെയും ഈ അനധികൃതമായിട്ട് അവിഹിതമായി സമ്പാദിച്ച സ്വത്ത് വിവരങ്ങളൊക്കെ പുറത്തു വരും. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അല്ല ബിനോയ്, ഞാൻ ചോദിക്കുന്നത് ഇതെന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു?
അല്ല എനിക്ക് എന്താ നേരത്തെ പറഞ്ഞു കോടതിയിൽ സമ്മർദ്ദം ചെയ്തത്. ഇപ്പോൾ അതെല്ലാം തീർന്നല്ലോ. കോടതിയിൽ സമ്മർദ്ദവും ഇല്ല, ഒന്നുമില്ല. കോടതി വിധി പറയാനിരിക്കുക. അപ്പോൾ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് അന്നേരവും ഓരോ സമയത്തും നികേഷിനോട് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമല്ലേ? ഇപ്പോൾ അത് ചോദിക്കത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടത് ഇത് ഞാൻ അന്നും പറഞ്ഞു, ഇത് ഈ പണമെല്ലാം പിരിച്ച് ആർക്ക് കൊടുത്തു, എന്ത് ചെയ്തു, ഇത് ജനത്തിനറിയണോ, എനിക്കറിയണം, നികേഷ് അറിയണം, ജനങ്ങൾക്കറിയണം. ഇതുപോലെ ഏതൊക്കെ കേസുകളുണ്ട്, ഏതൊക്കെ സംഭവങ്ങളുണ്ട്, അതിൻ്റെ എല്ലാം നിജസ്ഥിതി ഒന്ന് അറിയണ്ടേ. ആ സരിത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ ഏതൊക്കെ തരത്തിൽ ഇവരെല്ലാം കൂടി ഉപദ്രവിച്ചു. ആരോഗ്യമുള്ളവർ ശാരീരികമായിട്ടും മറ്റൊരു പൈസ രീതിയിലും ഈ പല രീതിയിലും ആ പെൺകുട്ടിയെ ഉപദ്രവിക്കില്ല. എന്നിട്ട് എന്തായി? ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ 1 കോടി രൂപ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. 3 ഗഡുവായിട്ട്. ബാക്കിയുള്ള പണം ആർക്ക് പോയി? എങ്ങനെ ബാക്കിയുള്ള പണം ആർക്ക് പോയി? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പണത്തിന്റെ കണക്കുകളെല്ലാം അവരുടെ ഞങ്ങൾക്കൊന്നും അറിയില്ല. അതല്ലേ ഞങ്ങൾക്ക് ഇത് അറിയണമെന്ന് ഞങ്ങൾ പറഞ്ഞ് വാശി പിടിക്കുന്നത്. ഇത് ആർക്ക് എന്ത് പൈസ പിരിച്ച് എവിടെ പോയി, ആർക്കൊക്കെ കൊടുത്തു, എന്തൊക്കെ കാണിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ഈ നേതൃത്വം പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഇവർ പറയേണ്ട സ്ഥിതി വരും. ഇനി വരും ദിവസങ്ങളിൽ ഇത് പറയും. ഇത് ഈ സുകേശൻ തന്നെ അന്വേഷിക്കുകയും ജേക്കബ് തോമസ് സാറിനെ കൊണ്ട് ഇതിൻ്റെ ചുമതല ഏറ്റെടുപ്പിക്കുകയും പറ്റിയെങ്കിൽ ഋഷാജ് സിംഗിനെയും കൊണ്ട് ഇതിനകത്ത് ഇടപെടുത്തുവാണെങ്കിൽ ഇതിനകത്ത് കൂടടച്ച് എല്ലാം കൂടെ പെട്ടോളും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ കെ മാണിക്ക് പണം വാങ്ങുന്നതിന് വേണ്ടിയാണ് ഒരാഴ്ച ക്യാബിനറ്റ് തീരുമാനം നീട്ടിവെക്കണം എന്ന് സമ്മർദ്ദം ചെലുത്തിയത്. അങ്ങനെയാണിത് നീട്ടിവെക്കുന്നത്. കെ മാണിക്ക് എന്തായാലും പണം കൊടുക്കണം. പക്ഷേ കെ മാണി മാത്രമല്ലല്ലോ ഇതിനകത്തൊരു കക്ഷി. കെ മാണി നിയമമന്ത്രി എന്നുള്ള നിലയിൽ കെ മാണിക്ക് ഒരു പേപ്പർ വൈകിപ്പിക്കാൻ കഴിയും. ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമവകുപ്പിൻ്റെ ഇക്കാര്യത്തിലുള്ള കൺസെൻറ്റ്, നിയമോപദേശം അത് നൽകുന്നത് വൈകിപ്പിക്കാൻ കഴിയും. എത്ര വൈകിപ്പിക്കാൻ കഴിയും? അല്ലെങ്കിൽ എതിരായി വിധിക്കണം. അത് ചെയ്യില്ല മാണി സാർ. കാരണം മാണി സാറിൻ്റെ പിന്നെ ബന്ധുക്കൾ ഈ വിഷയത്തിലുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒന്നൊരു സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത് അവിടെ മാത്രമേ മാണി സാറിന് റോളുള്ളൂ. ബിനോയ്, അതിനപ്പുറത്തേക്ക് വേറെ ചില ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇവര് പറയട്ടെ. ഈ നേതൃത്വം അവർ പറയില്ലല്ലോ. അവര് പറഞ്ഞേ പറ്റൂ, അവര് പറയൂല്ലോ. ഇത് വരും ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടോ, ഇവരെ കൊണ്ട് പറയേണ്ട സ്ഥിതി വരും. ഇതൊക്കെ ചോദിക്കേണ്ട പോലെ ചോദിക്കുകയും ഇതിനുള്ള തെളിവുകൾ ഇറക്കാൻ ഞങ്ങളും കൂടെ കൊടുക്കുമ്പോൾ ഇവർക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടാവും. നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിൽ കാണാൻ. ഇനി എന്താണ് ഇവർ ശ്രീ ആന്റണി രാജു, വലിയ വെളിപ്പെടുത്തലാണ് അല്പം മുമ്പ് എലഗൻസ് ബിനോയ് നടത്തിയിരിക്കുന്നത്. മാർച്ച് 2014 ലീഗൽ ഫണ്ടായി KBH പിരിച്ചത് ഏതാണ്ട് 14 കോടി രൂപയാണ്. ഏതാണ്ട് അതിനപ്പുറത്തേക്ക് പോകാം. 1-2 ലക്ഷം രൂപയാണ് സാധാരണ ബാർ ഉടമകൾ കൊടുത്തത് എന്നാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് 5ഉം 10ഉം കൊടുത്ത കഥയൊക്കെ തന്നെയും സാഹചര്യ തെളിവായ ജോൺ കെ ഇല്ലിക്കാടൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 14 കോടി, ചിലപ്പോൾ അത് 25 കോടി രൂപ വരെ പോയേക്കാം. നമ്മൾ ഈ പറയുന്ന 5ഉം 10ഉം ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ ഈ പണം ത്തിൻ്റെ സൂത്രധാരൻ ആരാണ്, ഈ പണം കൈമാറ്റത്തിൻ്റെ സൂത്രധാരൻ ആരാണ് എന്നത് സംബന്ധിച്ച് ചില ടെലിഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചാൽ കണ്ടെത്താനാകും എന്ന് പറയുന്നു. അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാണല്ലോ ജോൺ കെ ഇല്ലിക്കാടൻ പറഞ്ഞിരിക്കുന്നത്. ദ എലഗൻസ് ബിനോയിയെ പോലെ കേരളത്തിൽ എത്ര ബാറുണ്ട്? 13 10 മേലെ ബാറുള്ള, കണക്ക് പറയാൻ ഒരു വിഷമം പോലെയുണ്ട്. എന്നാൽ പോലും 10 മേൽ ബാറുള്ള എലഗൻസ് ബിനോയ് പറയുന്നത് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടാകും. ആ നിലയിൽ ആരോട്? ഈ പറയുന്ന KBHയുടെ സംസ്ഥാന നേതാക്കളോട് പണം എന്ത് ചെയ്തു, ഞങ്ങൾ തന്ന പണം എന്ത് ചെയ്തു എന്ന് വിശദമാക്കുന്നതിന് വേണ്ടി. ഇരട്ട അടിയാണ് ശ്രീ ആന്റണി രാജു താങ്കൾക്ക് ഏറ്റിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്താ ഇരട്ടടി? ഇത് ആർക്ക് കൊടുത്തു എന്നും വാങ്ങിച്ചു എന്നുള്ളതും കൊടുത്തവരും വാങ്ങിച്ചവരും പറയട്ടെ. ഇത് ശ്രീ ബിനോയ് പറഞ്ഞത് അവരുടെ അസോസിയേഷൻ പിരിച്ച ഫണ്ട് അവരുടെ ഭാരവാഹികളെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ഭാരവാഹികൾ എങ്ങനെ ചെലവാക്കി എന്നുള്ളത് അവർ പറയണം, അവർ വെളിപ്പെടും. ഏതായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നു നിൽക്കുന്നത് KM മാണിയുടെ പേരിൽ വന്നു നിൽക്കുന്നത് 35 ലക്ഷം രൂപയുടെ ആരോപണം, 15, 10, 25 ലക്ഷം രൂപയുടെ ആരോപണമാണല്ലോ. ഏതായാലും അന്ന് തന്നെ തെളിഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം ഇദ്ദേഹം ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഇതൊക്കെ പറയട്ടെ, ഇതൊക്കെ സത്യം മുഴുവൻ ജനങ്ങളോട് തുറന്നു പറയട്ടെ, തെളിവുണ്ടെങ്കിൽ കൊടുക്കട്ടെ. നേരിട്ട് കൊടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് ഇനിയും തുടരന്വേഷണം നല്ലൊരു അവസരമാണല്ലോ. ആ തുടരന്വേഷണ ഘട്ടം വരുമ്പോൾ കോടതി പ്രകടിപ്പിച്ചതുപോലെ പ്രഥമ ദൃഷ്ടിയ പ്രൈമാ ഫേസി കേസുണ്ട്. കുറ്റപത്രം കൊടുക്കാൻ ആവശ്യമായ തെളിവുകൾ ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ അവർ നേരിട്ട് ആ തെളിവുകൾ കൊടുക്കട്ടെ, വിശദമായ അന്വേഷണം നടക്കട്ടെ. കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കും. ഞങ്ങൾക്കിതിൽ യാതൊരു ഭയപ്പാടുമില്ല. ഞങ്ങളിപ്പോഴും പറയുന്നത് തുടരന്വേഷണം നടത്തിക്കഴിഞ്ഞാലും KM മാണിക്കെതിരെ കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്.
ശ്രീ ആന്റണി രാജു 25 ലക്ഷം രൂപ കൊടുത്തതിന് സാഹചര്യ തെളിവുണ്ട് എന്ന് വിജിലൻസിൻ്റെ വിധി പ്രഖ്യാപനത്തിൽ പറയുകയാണ്. 50 ലക്ഷത്തിൻ്റെ കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ തീയതി സംബന്ധിച്ച് 30-നാണോ 31-നാണോ എന്ന് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം പറയുന്നുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കണ്ടെത്തട്ടെ എന്ന് കരുതി തുടരന്വേഷണത്തിനും വിടുകയാണ്. എന്നിട്ടും ശ്രീ ആന്റണി രാജു, താങ്കൾക്ക് ലജ്ജയില്ലേ? താങ്കളുടെ നേതാവിന് ലജ്ജയില്ലേ ആ സ്ഥാനത്ത് തുടരാൻ? എന്തിനാ ഞാൻ ലജ്ജിക്കുന്നത്? എന്തിനാ കെ എം മാണി എന്തിനാ ലജ്ജിക്കുന്നത്? ഇവിടെ ഈ കോടതി എവിടെയെങ്കിലും കെ എം മാണി ഈ പണം നേരിട്ട് പണം വാങ്ങിച്ചുവെന്ന് ഡിമാൻഡ് ചെയ്തുവെന്നോ അക്സെപ്റ്റ് ചെയ്യുന്നോ കോടതി ഒരിടത്തും പറയുന്നില്ല. ഈ 337 സാക്ഷികളെ മൊഴിയെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്കൾ തുടർച്ചയായി നേരത്തെ വാദിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെയും കോടതി തള്ളിക്കളയുകയായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി ടെലിവിഷൻ ചർച്ചകളിൽ പൊതുവേദികളിൽ വാദിച്ചുകൊണ്ടിരുന്നത് ശ്രീ ആന്റണി രാജു ആയിരുന്നല്ലോ. ആന്റണി രാജു ചോദിച്ചത് ഡിമാൻഡ് എവിടെയെന്നാണ്. 26-ൽ നിന്ന് 2-ലേക്ക് മന്ത്രിസഭാ തീരുമാനം മാറിയത് എന്തിനാണ് എന്നത് സംബന്ധിച്ച് കോടതി വ്യക്തത നൽകുന്നുണ്ട്. സാഹചര്യ തെളിവുകൾ മതി, അത് നേരിട്ട് കാണണമെന്നില്ല. അല്ലെങ്കിൽ അതില്ലെങ്കിൽ പോലും സാഹചര്യ തെളിവുകൾ ഉണ്ടെങ്കിൽ കേസെടുക്കാം. അങ്ങനെ കെ എം മാണി കൈക്കൂലി വാങ്ങിയതിന് സാഹചര്യ തെളിവുണ്ട്, കെ എം മാണിക്കെതിരെ കേസെടുക്കാവുന്നതാണ് എന്ന് ജോൺ കെ ഇല്ലിക്കാടൻ പറയുന്നത് ആന്റണി രാജു കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ട്. കെ എം മാണിക്കെതിരെ പ്രൈമാ ഫേസി കേസ് എടുത്തു കഴിഞ്ഞല്ലോ, FIR എടുത്തല്ലോ. പക്ഷേ കെ എം മാണിക്കെതിരെ കുറ്റപത്രം കൊടുക്കാൻ പര്യാപ്തമായ തെളിവുണ്ട് എന്ന് ജില്ലിക്കാരന് ഒരിടത്തും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ തുടരന്വേഷണം വേണ്ടല്ലോ. ഈ കുറ്റപത്രം കൊടുക്കാൻ ആവശ്യമായ തെളിവുണ്ടെന്ന് പറഞ്ഞ് മടക്കി കൊടുത്താൽ പോരെ. അത് ചെയ്യാത്ത എന്തുകൊണ്ടാ? കെ എം മാണിക്കെതിരെ കുറ്റപത്രം കൊടുക്കാൻ മതിയായ തെളിവുണ്ടെന്ന് ഈ പേജുകളെല്ലാം പരിശോധിച്ചിട്ടും ഈ 3 മാസം വാദിച്ചിട്ടും ആ കോടതിക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് വീണ്ടും ഇത് അന്വേഷിക്കാൻ കൊടുത്തത്. ഒരു പുനരന്വേഷണമല്ല, കെ എം മാണിക്കെതിരെ കുറ്റപത്രം കൊടുക്കാനല്ല, കെ എം മാണി സ്വാധീനിച്ചതായി പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതെ അദ്ദേഹം പറഞ്ഞെന്താ, ഇതൊക്കെയാണെങ്കിലും കൂടുതൽ അന്വേഷിക്കട്ടെ. ഞങ്ങളും പറയുന്നു അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൽ കൂടെ സത്യം കണ്ടെത്തട്ടെ. ഇപ്പോൾ ഇതൊരു താൽക്കാലിക ഉത്തരവ് മാത്രമാണ്, ഇടക്കാല ഉത്തരവ് മാത്രമാണ്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇതേ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തന്നെ അന്വേഷിക്കുമെന്ന് പറയുന്നു. അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തേണ്ട ചില കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒന്ന്, ആ CD-യുടെ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് പറയുന്നു. 2, അമ്പിളിയുടെ പോളിഗ്രാഫി ടെസ്റ്റിന്റെ കാര്യത്തിൽ ചില അന്വേഷണങ്ങൾ വേണമെന്ന് പറയുന്നു. ഇതൊക്കെ കൂടുതൽ അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോൾ എന്തായാലും ഇത് അധികം നീട്ടാൻ കഴിയില്ല. കാരണം കോടതി തന്നെ പറയുന്നു ഇത് വളരെ പെട്ടെന്ന് ആസ് എക്സ്പീഡിഷ്യസ്ലി ആസ് പോസിബിൾ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം 1, 2, 3 ആഴ്ചകൾക്കുള്ളിൽ അറിയാമല്ലോ. അപ്പോൾ ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിപൂർണമായി കാര്യങ്ങൾ മുഴുവൻ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ അത് സ്വീകരിക്കുമായിരുന്നു. മറിച്ച് ശരിയായ വിധത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കാതെ ലാക്കുണ ഇട്ടുകൊണ്ട് ബോധപൂർവം ഒരു അന്വേഷണ റിപ്പോർട്ട്, പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് കോടതി തുടരന്വേഷണം നടത്തി കൂടുതൽ കാരണങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്കിപ്പോഴും ആത്മവിശ്വാസമുണ്ട്, തുടരന്വേഷണം നടത്തിയാലും കെ എം മാണിക്കെതിരെ കുറ്റപത്രം കൊടുക്കാനുള്ള തെളിവുകൾ ഇനി ശേഖരിക്കാൻ കഴിയില്ല, കിട്ടാൻ കഴിയില്ല, കൊടുക്കാൻ കഴിയില്ല. ആന്റണി രാജുവിന് മറുപടി, എനിക്ക് മറുപടി ഉണ്ട് ശ്രീ സുനിൽ, പക്ഷേ താങ്കളുടെ മറുപടി. വികേഷ, ഇതിനകത്ത് ഈ ആന്റണി രാജു കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഡിമാൻഡും ആക്സെപ്റ്റൻസും വേണം എന്നുള്ളതാണ്. ഇത് കോടതി കാറ്റഗറിക്കലായി നിഷേധിച്ചിരിക്കുകയാണ്. ഡിമാൻഡ് ആക്സെപ്റ്റൻസും വേണ്ട എന്ന് മാത്രമല്ല, it is not necessary that the demand and passing of money should be proved by the direct evidence in the order in order to attract Section 7 and Section 13(1)(d) of the Prevention of Corruption Act 1980. It may also be proved by the circumstantial evidence. ആ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ വ്യക്തമായി കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. FIR കണ്ടെത്തിയ പോലെ തന്നെ കോടതി പാലായിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ജോൺ കല്ലാട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വെച്ച് പണം കൈമാറുന്നത് നേരിട്ട് കണ്ട അമ്പിളിയുടെ മൊഴിയെ കൂടി എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷം പാലായ ഇവിടെ പറഞ്ഞിരുന്നു ഇതിനകത്ത് പറയുന്നുണ്ട് വിറ്റ്നസ് രാജകുമാർ ഉണ്ണി, വിറ്റ്നസ് ബൈ ഹാൻഡിംഗ് ഓവർ മണി, ഇതിനകത്ത് പറയുന്നുണ്ട് വിറ്റ്നസ് നമ്പർ 214 വിജയകുമാർ അറ്റ് അമ്പിളി categorically gave statement before the investigating officer that he witnessed the handing over of the money to the accused by witness number 17 Rajkumar Unni, who is the president of KBHA എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സാഹചര്യ തെളിവനുസരിച്ച് 25 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ
ഈ പറയുന്ന ഡിമാൻഡ് ആക്സെപ്റ്റൻസിനേക്കാൾ അപ്പുറത്ത് ഈ മണി അവിടെ വെച്ച് കൈമാറിയതിന്റെ എല്ലാ തെളിവുകളും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫാക്ച്വൽ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കെ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഫൈനൽ റിപ്പോർട്ടിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് ഫാക്ച്വൽ റിപ്പോർട്ടർ ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ KM മാണിക്ക് ഒരു നിമിഷം അവിടെ തുടരാൻ കഴിയില്ലെന്ന് മാത്രമല്ല അതേ രാജിവെച്ചിട്ട് വേണം ഈ ഫർദർ എൻക്വയറി നേരിടാൻ വേണ്ടി. അങ്ങനെ രാജിവെച്ചാൽ ഇപ്പോൾ എലഗൻസ് ബിനോയ് പറഞ്ഞതുപോലെ നിരവധി ആളുകൾ വരി നിന്ന് KM മാണിക്കെതിരായി തെളിവ് കൊടുക്കാൻ വേണ്ടി തയ്യാറാകും. അതിന് തയ്യാറുണ്ടോ? കോടതി നേരിട്ട് നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും ഈ എൻക്വയറി നടത്താൻ കോടതി തീരുമാനിച്ചാൽ ഈ കേസിന്റെ ഒരുപാട് തെളിവുകൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നമ്മൾ പുതിയ വെളിപ്പെടുത്തലിലേക്ക് ഒന്നും പോകണ്ട. നിങ്ങൾ ആത്മാർത്ഥമായി അനുസരിക്കുന്നൊരു നേതാവുണ്ടല്ലോ KM മാണി. ആ KM മാണി 15-10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതായി ജോൺ കെ ഇല്ലിക്കാടൻ എന്ന വിജിലൻസ് ജഡ്ജിക്ക് ബോധ്യമായിരിക്കുന്നു. താങ്കൾ സമീപകാലത്ത് വന്ന എല്ലാ ചർച്ചകളുടെയും ടേപ്പ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് കോടതി പരിശോധിച്ച് കോടതിയുടെ അന്തിമ വിധി അക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വിജിലൻസ് അന്വേഷണത്തിൻ്റെ പ്രക്രിയ പൂർത്തിയാകുന്നത് കോടതിയുടെ ഇടപെടലോടുകൂടിയാണെന്നാണ് ആന്റണി രാജു ഏത് ഘട്ടത്തിലും ചർച്ചകളിൽ പറഞ്ഞിരുന്നത്. ഇതാ ശരിയാണ്, 50 ലക്ഷം 30-ാം തീയതിയാണോ 31-ാം തീയതിയാണോ കൊടുത്തത് എന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ CD വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. KBHA എത്ര പണം പിരിച്ചു എന്നത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനൊക്കെയാണ് ശ്രീ ആന്റണി രാജു തുടരന്വേഷണം. 15-10 ലക്ഷം രൂപ KM മാണി എന്ന നിയമധനമന്ത്രി വാങ്ങി എന്നത് സംബന്ധിച്ച് ജോൺ കെ ഇല്ലിക്കാടൻ എന്ന വിജിലൻസ് ജഡ്ജിക്ക് സാഹചര്യ തെളിവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്ന് ഈ വിധി പ്രഖ്യാപനത്തിൽ കണ്ടെത്തുന്നു. എന്നിട്ടും എന്തേ രാജിയില്ല? നേരിട്ടുള്ള ഉത്തരം അതിന്റെ അടിസ്ഥാനത്തിൽ KM മാണിയെ പ്രതിയാക്കി കുറ്റപത്രം കൊടുക്കാൻ കഴിയുമെന്ന് ഇല്ലിക്കാടൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പ്രൈമാ ഫേസി ഒരു കേസ് തെളിയുന്നുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ സുകേശന്റെ റിപ്പോർട്ടിൽ തന്നെ, സുകേശൻ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിൽ തന്നെ 50 ലക്ഷം രൂപ സംബന്ധിച്ച് 30-ാം തീയതിയാണോ 31-ാം തീയതിയാണോ എന്ന് സംബന്ധിച്ച് ഒരു അവ്യക്തത പറയുന്നുണ്ട്. ഈ ബാർ ഉടമകളുടെ ശബ്ദരേഖ സംബന്ധിച്ച് അത് വിദഗ്ധ പരിശോധന നടത്തിയിട്ടില്ല, അതിൽ സംശയമുണ്ടെന്നല്ല. മാത്രമല്ല KBHA എത്ര പണം പിരിച്ചെടുത്തു ലീഗൽ ഫണ്ട് എന്ന പേരിൽ ആ ക്വാണ്ടിറ്റി കണ്ടെത്തിയാൽ മാത്രമേ ഈ 50 ലക്ഷത്തിൻ്റെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാനാകൂ എന്നാണ് കോടതി പറയുന്നത്. അതിനാണ് തുടരന്വേഷണം. അതെല്ലാം മാറ്റിവെക്കുക. ആ വിഷയത്തിലൊരു തുടരന്വേഷണം സുകേശൻ നടത്തട്ടെ. പക്ഷേ 25 ലക്ഷം രൂപ KM മാണി വാങ്ങിയിരിക്കുന്നു എന്ന് ഇല്ലിക്കാടൻ കണ്ടെത്തുകയാണ്. അതിനുത്തരം പറയൂ. ഞാൻ ഉത്തരം പറയാം. ഉള്ളിക്കാടൻ കണ്ടിരിക്കുന്നത് 25 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നുള്ളതിന് പ്രൈമാ ഫേസി എവിഡൻസ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ സാക്ഷികളെ വിസ്തരിച്ചിട്ട് KM മാണിയുടെ വാദം കേട്ടിട്ട് ഒരു വിധി പ്രസ്താവിക്കല്ല ഞാൻ എനിക്ക് ഇല്ല. ശ്രീ ആന്റണി രാജു, പ്രൈമാ ഫേസി എവിഡൻസ് ഉണ്ടെന്ന് ഒരു ജഡ്ജിമെന്റിലാണ് പരാമർശം. ഞാൻ പറയട്ടെ, ഇവിടെ അങ്ങുൾപ്പെടെ 3-4 പേരിരുന്ന് ഒരു ഭാഗത്തിന് വേണ്ടി വാദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് നിയമമാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിജിലൻസ് കോടതിയാണ്. ആ വിജിലൻസ് കോടതി പറയുന്നു 25 ലക്ഷം രൂപ KM മാണി വാങ്ങിയതിന് സാഹചര്യ തെളിവുണ്ട്. പാലായിലെ അമ്പിളി തിരുവനന്തപുരത്തെ KM മാണിയുടെ വസതിയിൽ വെച്ച് രാജ്കുമാർ ഉണ്ണി പണം കൊടുക്കുന്നത് കണ്ടു. ഒരാൾ പണം കൊടുക്കുന്നത് വേറൊരു സാക്ഷി കണ്ടതായി പറയുകയാണ്. ഇനി അത് ബിജു രമേശിൻ്റെ ഡ്രൈവർ എന്ന സാക്ഷി ആയതിനാൽ ആ നിലയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമെന്നാണ് താങ്കളുടെ മറുപടിയെങ്കിൽ അത് ഈ ഘട്ടത്തിലല്ല, വിചാരണാ ഘട്ടത്തിൽ മാത്രം പരിശോധിച്ചാൽ മതി എന്നാണ് കോടതി പറയുന്നത്. മറ്റത് സാഹചര്യ തെളിവുകളാണ്. അങ്ങോട്ട് പോകുമ്പോൾ കല്ലാട്ടിൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ തിരിച്ച് ട്രഷറുടെ കയ്യിൽ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് മാണിക്ക് കൊടുത്തതാണെന്ന് സാഹചര്യ തെളിവ് കണ്ടെത്തുകയാണ്. 25 ലക്ഷം രൂപ KM മാണിക്ക് കൊടുത്തതായി വിജിലൻസ് ജഡ്ജി വിധി പറയുകയാണ്. അതിന് കണക്ക് പറയൂ. അത് രാഷ്ട്രീയമായി കണക്ക് പറയേണ്ടതല്ലേ കേരളത്തോട്?
കണക്ക് പറയാം, പക്ഷെ അത് കേൾക്കാനങ്ങ് തയ്യാറാകുന്നില്ലല്ലോ. പക്ഷെ അത് ഇവിടെ എന്താ, ഇവിടെ ഇപ്പോൾ വിജിലൻസ് ജഡ്ജി ഇല്ലിക്കാടൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റോളിലേക്കാണ് പോയിരിക്കുന്നത്. ഈ കേസിൽ സാക്ഷികളെ കുറ്റപത്രം വായിച്ച് സാക്ഷികളുടെ മൊഴിയെടുത്ത് KM മാണിയുടെ വാദം കേട്ട് ഇത് കേട്ട് വിധി പ്രസ്താവിക്കുന്നതിന് പകരം ഇദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്താൻ കഴിയില്ല. അത് തന്നെയാണ് ഇന്നലെ വരെ ശ്രീ ആന്റണി രാജു നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനെയാണ് കുറ്റം പറഞ്ഞത്. ഇന്ന് ജഡ്ജിയെ കുറ്റം പറയുക, വിജിലൻസ് ജഡ്ജിയെ കുറ്റം പറയുക, നാളെ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ഹൈക്കോടതി ജഡ്ജിയെ കുറ്റം പറയുക, മറ്റന്നാൾ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ സുപ്രീം കോടതിയെ കുറ്റം പറയുക. ഇതെന്തൊരു ന്യായവാദമാണ് ശ്രീ ആന്റണി രാജു? ഞങ്ങൾ അല്ലല്ല ആന്റണി രാജു നികേഷ് അങ്ങ് എത്ര മണിക്കൂർ പ്രസംഗിക്കുന്നു? എനിക്കൊരു മണിക്കൂർ പ്രസംഗിക്കുന്നതല്ല, താങ്കൾ ഉത്തരത്തിലേക്ക് മാത്രം നിരത്താനാണെങ്കിൽ എന്തിനായി ചർച്ച? അല്ല, ഞാൻ പറയുന്നതിന് താങ്കൾക്കൊരു മറുപടി ഉണ്ടെങ്കിൽ ആ മറുപടി കേൾക്കാൻ ഞാൻ എത്ര മണിക്കൂറും തരാവുന്നതാണ്. പക്ഷെ താങ്കൾ മറുപടിയിലല്ല പോകുന്നത് ശ്രീ ആന്റണി രാജു. 25 ലക്ഷം രൂപ KM മാണി ബാർ ഉടമകളിൽ നിന്ന് വാങ്ങിയെന്ന് ജോൺ ഇല്ലിക്കാടൻ എന്ന വിജിലൻസ് ജഡ്ജി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ദൃക്സാക്ഷിയുടെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിലും സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലും ഈ ജഡ്ജ്മെന്റിൽ സാധുവാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് കേരളത്തിനോട് അതിന്റെ കണക്ക് പറയണ്ടേ? രാഷ്ട്രീയ കണക്ക് പറയണ്ടേ? കണക്ക് കേൾക്കാൻ നികേഷ് തയ്യാറാവുന്നില്ല. നികേഷ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതിനൊരു മറുപടി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നികേഷ് തടസ്സപ്പെടുത്തിയാൽ നികേഷ് എന്തിനാ ഇത്ര അസ്വസ്ഥനാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, ഇവിടെ ഇല്ലിക്കാർ എന്നുള്ള വ്യക്തിയെ ജഡ്ജിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഒരു കോടതിക്ക് തെളിവെടുക്കുക, കുറ്റപത്രം വാങ്ങി സാക്ഷികളെ വിസ്തരിച്ച് തെളിവെടുക്കാതെ ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജഡ്ജ്മെന്റിലെ വൈരുദ്ധ്യങ്ങൾ തീർച്ചയായിട്ടും മുകൾ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടും. ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന കാര്യം ആന്റണി രാജു സമ്മതിക്കുന്നു. ഒരു ജഡ്ജി അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഏക പോയിന്റ്. ശ്രീ സുനിൽ കുമാർ, അതായത് നികേഷേ, ഇവിടെ ഒരു വിജിലൻസ് ജഡ്ജി കേരളത്തിലെ നിയമകാര്യ വകുപ്പ് മന്ത്രി ബാർ ഉടമസ്ഥന്മാരിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നതിനെ പറ്റി അന്വേഷിച്ച ഉദ്യോഗസ്ഥന്റെ ഫാക്ച്വൽ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പ്രഥമ ദൃഷ്ട്യാ നിഗമനം, ആ നിഗമനം ഒരു സാധാരണ സംഭവമായിട്ടാണ് ഈ ആന്റണി രാജുവിനെ പോലെയുള്ള UDF നേതാക്കന്മാർ കാണുന്നത്. കേരളത്തിലെ നിയമകാര്യ മന്ത്രി കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന തെറ്റായ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ ഫാക്ച്വൽ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ തെളിവുകളും ഇവരുടെ പ്രോസിക്യൂഷന്റെ വാദപ്രതിവാദങ്ങളെല്ലാം കേട്ട് തലനാരിയുടെ കീറി പരിശോധിച്ച ശേഷവും ഈ ജഡ്ജിക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ FIR കണ്ടെത്തിയ, അതിനുശേഷം ഫാക്ച്വൽ റിപ്പോർട്ടിൽ കണ്ടെത്തിയതുപോലെ KM മാണി എന്ന നിയമമന്ത്രി ബാർ ഉടമസ്ഥന്മാരിൽ നിന്നും 25 ലക്ഷം രൂപ വാങ്ങിയതിന്റെ വ്യക്തമായ തെളിവുണ്ട് എന്ന് പറയുന്നു. ബാക്കി കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് നിങ്ങൾ റിപ്പോർട്ട് തരാ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ട്രയൽ നടത്തിയിട്ട് വേണം. ട്രയൽ നടത്താൻ നിങ്ങൾ എന്തിന് ഇവിടെ കേസ് ചെയ്തിട്ടുണ്ടോ? ഫ്രെയിം ചെയ്തോ? നിങ്ങൾ കേസ് പോലും ഇല്ല എന്ന് പറഞ്ഞ് കേസില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്താൽ നിങ്ങൾ മാന്യന്മാരിപ്പോ ചോദിക്കുക കോടതി ട്രയൽ നടത്തിയോ? കോടതിയോട് ട്രയലും വേണ്ട ഒരു പുല്ലും വേണ്ട എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത ശേഷം ആ റിപ്പോർട്ട് പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടും കൊണ്ടുവന്ന് പരിശോധിച്ചു. ഞങ്ങൾ കക്ഷി ചേർന്നപ്പോ അത് കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴാ കോടതിക്ക് ബോധ്യപ്പെട്ടത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ പലതും KM മാണിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്. 17-13-7 വകുപ്പ് പ്രകാരം ഇവര് പറഞ്ഞ് നേരിട്ട് എവിഡൻസ് വേണം, അല്ല സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മതി, അത് ഇവിടെ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടും കടിച്ചു തൂങ്ങി ഭരണത്തിലിരിക്കുന്ന ഈ മാന്യന്മാര് ഇവിടെ എന്ത് ജനാധിപത്യം, എന്ത് ധാർമ്മികത, എന്ത് നിയമ ഇവർ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഇപ്പോ ജഡ്ജിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ലിക്കാടൻ കുഴപ്പക്കാരനാണ്, ഇല്ലിക്കാടൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി. നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാരും നിങ്ങളുടെ ഗവൺമെന്റും ഇത് ജുഡീഷ്യറിയെ പോലെ പെരുമാറിയതിനെ പറ്റി എന്തുകൊണ്ട് ആന്റണി രാജു പറയുന്നില്ല? എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി പറയുന്നില്ല? എന്ത് രമേശ് ചെന്നിത്തല പറയുന്നുണ്ടാ? എവിടെ നിന്ന് കിട്ടി? ആന്റണി രാജു, ഈ വിധി കണ്ടിട്ടും രാജിവെക്കാതിരിക്കണമെങ്കിൽ കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ട് വേണം നിങ്ങളുടെ മന്ത്രിക്ക്. കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി. പണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് 2 മന്ത്രിമാർ ഒരു കോടതി പരാമർശത്തിന്റെ പേരിൽ രാജിവെച്ചു പോയത്, KP വിശ്വനാഥനും KK രാമേന്ദ്രൻ മാസ്റ്ററും. അതേ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ KM മാണിക്കെതിരെ ഒരു വിധി പ്രഖ്യാപനം ആകെ തന്നെ ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ വിജിലൻസ് വകുപ്പിനെ ആകെ തന്നെയും ഇങ്ങനെയല്ല ഇത് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്
ഉമ്മൻചാണ്ടി നിന്ന് വിറക്കുകയാണ്. മര്യാദ കാണിക്കണം പത്രക്കാർ, മര്യാദ കാണിക്കണം പത്രക്കാർ എന്ന് പത്രസമ്മേളനത്തിൽ പറയുകയാണ്. ശ്രീ ആന്റണി രാജു, ഈ മന്ത്രിസഭ നിലനിൽക്കണമെങ്കിൽ കെ എം മാണിയുടെ പാർട്ടിയുടെ പിന്തുണ ആവശ്യമാണ്. അധികാരത്തിൽ തുടരാൻ ഞാൻ എന്ത് നാണക്കേടും സഹിക്കും എന്ന് ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നാണക്കേടാണ് ഉമ്മൻചാണ്ടി ഇന്ന് സഹിക്കുന്നത് എന്ന് കേരളം ദുഃഖത്തോടു കൂടി കാണുകയാണ്. പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? നികേഷിന്റെ പ്രസംഗം കഴിഞ്ഞോ? നികേഷ് ഇങ്ങനെ മണിക്കൂറിലോളം പ്രസംഗം ഞങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്? ഞങ്ങളെ മറുപടി പറയാൻ സമ്മതിക്കുകയില്ല. എന്നിട്ട് അങ്ങ് തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് മറുപടിയില്ല. എന്തൊരു നാണക്കേട നികേഷ്. നികേഷ് അങ്ങേക്ക് ലജ്ജയില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറ, ഒരു മറുപടിയെങ്കിലും പറ. ഞാൻ ഇത്രയും നേരം ചോദിച്ച ചോദ്യത്തിന് എവിടെയെങ്കിലും ഒരു മറുപടി ശ്രീ ആന്റണി രാജുവിനുണ്ടോ? ഈ കോടതി വിധിയിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ പറ, ഞാൻ ആ താങ്കൾ ഖണ്ഡിക്കാം. 64 പേജുള്ള ഈ നികേഷ് അങ്ങനെയാണല്ലോ ഈ ചർച്ച നിയന്ത്രിക്കുന്നത്. അങ്ങയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ അങ്ങ് ഉടനെ കയറി ഇന്റർഫിയർ ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് എങ്ങനെ ഈ ചർച്ച നടക്കും? എങ്ങനെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും? അങ്ങ് ഇത്ര തരംതാണ് പോകരുത്. ദൈവത്തെ ഓർത്ത് ഒരു ചർച്ചയിൽ മാന്യമായി പ്രതികരിക്കാനും പറയാനുള്ള അവസരം തരണം. അങ്ങുൾപ്പെടെ 4-5 പേര് ഒരു ഭാഗത്തിന് വേണ്ടി വാദിക്കാനിരിക്കുമ്പോൾ മറുഭാഗത്ത് ഞാൻ മാത്രമുള്ളപ്പോൾ എനിക്ക് പറയാൻ പോലുള്ള സ്വാതന്ത്ര്യം തരാതെ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ രണ്ടാമത്തെ സെന്റൻസ് അല്ല കണ്ടോ അങ്ങ് നേരത്തെ സുനിൽകുമാർ 6 മിനിറ്റ് പറഞ്ഞപ്പോൾ മറുപടി കേൾക്കാൻ അങ്ങ് തയ്യാറല്ല നികേഷ്. നികേഷ് ഞാൻ എല്ലാത്തിനും നല്ലതുപോലെ മറുപടി പറയണമെന്നാണ് അങ്ങേർക്ക് അറിയാമല്ലോ. രാജുവിന്റെ മന്ത്രിക്ക് ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കാമോ? ഒരു പോയിന്റ്, 1 പോയിന്റ് ഞാൻ പറയട്ടെ. കുറിച്ചോ നികേഷ്, കുറിച്ചോ. ഈ വിധിയിൽ ഒരിടത്തും ഞാൻ പറയാം, ഈ വിധിയിൽ ഒരിടത്തും കെ എം മാണി ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ട് സ്വാധീനിച്ചതായി പറഞ്ഞിട്ടില്ല. നമ്പർ 1, കെ എം മാണിയെ പ്രതിയാക്കി ഒരു കുറ്റപത്രം കൊടുക്കാൻ പര്യാപ്തമായ ഒരു കേസുണ്ട് എന്ന് ഈ വിധിയിൽ ഒരിടത്തും പറഞ്ഞില്ല. നമ്പർ 2, ഈ കോടതി വിധിയിൽ ഒരിടത്തും ഒരു പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ അന്വേഷണത്തിൽ ചില ലാക്കുണകളുണ്ട്, അതുകൂടി അന്വേഷിച്ച് തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം കെ എം മാണിയെ പ്രതിയാക്കി കുറ്റപത്രം കൊടുക്കൂ എന്നല്ല. അങ്ങനെ ഒരു നിഗമനത്തിൽ കോടതി എത്തിച്ചേർന്നു എന്ന് അങ്ങ് വ്യാഖ്യാനിച്ചാൽ ആ വ്യാഖ്യാനം അംഗീകരിക്കാൻ തയ്യാറല്ല. നിയമത്തിനും റൂളിംഗിനും കൈക്കൂലി വാങ്ങി എന്നതാണ്. ബാക്കിയുള്ള 50 ലക്ഷം രൂപ സംബന്ധിച്ച് വിജിലൻസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പമുണ്ട്, അത് തീർക്കൂ. ബാറുടമകൾ പിരിച്ചെടുത്ത തുകയുടെ ക്വാണ്ടം എത്രയാണ് എന്ന് കുറെ കൂടി അന്വേഷണം നടത്തി തീർപ്പാക്കി വരൂ. ബാറുടമകളുടെ ഓഡിയോ റെക്കോർഡ് സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടത്തിയിട്ടില്ല, ഒരു വിദഗ്ധ പരിശോധന നടത്തൂ തുടങ്ങിയതാണ്. 2 കാര്യങ്ങൾ. 1, 25 ലക്ഷം രൂപ കെ എം മാണി വാങ്ങി. 2, ഈ പറയുന്ന പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി തുടരന്വേഷണം നടത്തൂ. അല്ല, മാണി ഡൽഹിയിൽ കൂടെ പോയിട്ടില്ല എന്നുള്ളത് മാണിക്ക് അനുകൂലമായ ഒരു കാര്യമായി ആന്റണി രാജു കാണുന്നതിൽ അർത്ഥമില്ല. ഈ വിധിയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിൽ കെ മാണിക്ക് തുടരാൻ അധികാരമുണ്ടോ, അവകാശമുണ്ടോ, കഴിയുമോ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ 2 കേസ് തെളിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് ഈ ജഡ്ജിക്ക് കോഗ്നിസൻസ് എടുത്ത് ഈ തെളിഞ്ഞ കേസുകളിലെങ്കിലും കുറ്റപത്രം കൊടുക്കാൻ തീരുമാനിക്കാത്ത എന്താ കോടതി? കോടതിക്ക് തന്നെ ബോധ്യം വന്നിട്ടില്ല ഈ കുറ്റപത്രം കൊടുക്കാൻ പര്യാപ്തമായ തെളിവുണ്ട് എന്ന് കോടതിക്ക് ബോധ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ശ്രീ ബിജു രമേശ്, ഇന്നുവരെ കെ എം മാണിക്ക് 1 കോടി രൂപ കൊടുത്തു എന്നുള്ളത് താങ്കളുടെ ആരോപണമാണ് എങ്കിൽ എൻ്റെ കൂടെ ഇപ്പോൾ 10-ലധികം ബാറുള്ള, കൃത്യം കണക്ക് ബിനോയ് പറയുന്നില്ല, 10-ലധികം ബാറുള്ള ബിനോയ് പറയുന്നു മാർച്ച് 2014 1-2 ലക്ഷം രൂപ വീതം 700ഓളം ബാറുകളിൽ നിന്ന് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം പിരിച്ചെടുത്തിട്ടുണ്ട്. ഈ പണം ആർക്ക് കൊടുത്തു എന്ന് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തോട് ഞങ്ങൾ ചോദിക്കും.
ഇതിൻ്റെ സൂത്രധാരൻ ആരാണ് എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട്. അവിടെയാണ് റിനേ കൊച്ചിയുടെ കൃഷ്ണദാസിൻ്റെ പേര് പറയുന്നത്. കൃഷ്ണദാസിൻ്റെ ടെലിഫോൺ റെക്കോർഡ് പരിശോധിക്കുകയാണ് എങ്കിൽ കുറേ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരും എന്നും ബിനോയ് പറയുന്നു. ഇന്നുവരെ താങ്കളുടേതായിരുന്നു ഈ ആരോപണങ്ങളെങ്കിൽ ദാ എലഗൻസ് ബിനോയും താങ്കളോടൊപ്പം ചേർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ 300ഓളം പേരെ തന്നെ വിജിലൻസ് ചോദ്യം ചെയ്തതിൽ മൊഴിയെടുത്തതിൽ നിന്ന് തന്നെ അവർ 1, 2, 3, 4 ലക്ഷം രൂപ വരെ കൊടുത്തിട്ടുള്ള വ്യക്തികൾ മൊഴികൾ നൽകിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 2 മാസ സമയത്തിനുള്ളിൽ തന്നെ ഇത്രമാത്രം ലക്ഷം രൂപ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ എൻ്റെ നിന്ന് തന്നെ ഏകദേശം 20 ലക്ഷം രൂപയോളം ഈ സമയത്ത് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 10 ലക്ഷം രൂപയുടെ ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഒരു 10 ലക്ഷം രൂപ ഈ കാലഘട്ടത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ ഏകദേശം 25 കോടി രൂപയ്ക്ക് മുകളിൽ സമ്പത്ത് കളക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇത് ആർക്കൊക്കെ കൊടുത്തു, എന്ത് കൊടുത്തു എന്ന് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെയേറെ 3-5 മണിക്കൂറോളം അവിടെ വലിയ ബഹളവും തന്നെ നടന്നു. അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി സാധാരണ 1 മണിക്കൂർ കൊണ്ട് പിരിയുന്ന കമ്മിറ്റിയിൽ വളരെയേറെ പ്രശ്നങ്ങളും അതിൻ്റെ കണക്കിറങ്ങിയിട്ടേ പോവുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എല്ലാ ജില്ലയിൽ നിന്നും വന്ന ഭാരവാഹികളുടെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അവിടെ അഴിമതി നടന്നിട്ടുണ്ട്. അത് കൊടുത്തിട്ടുള്ളതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഞങ്ങൾക്ക് അറിയണം, ഞങ്ങൾക്ക് ബാക്കിയുള്ള അംഗങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിലപാടെടുത്തത്. ഈ പൈസ ഇപ്പം വിജിലൻസിനെ സംബന്ധിച്ച് 25 ലക്ഷം രൂപയ്ക്കുള്ളതിന് വ്യക്തമായ കണക്കുകൾ അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. 75 ലക്ഷം രൂപയുടെ കാര്യം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥന് അത് എവിടെയൊക്കെയാണെന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള തീർപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതും കൂടി കണ്ടെത്തുന്നതിലേക്കാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ട്രാൻസാക്ഷൻ്റെയും മറ്റു പുസ്തകങ്ങളും ബിജു രമേശ് ഞാൻ മടങ്ങിയെത്താതാ 30-31 ഒരു തർക്കം. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. അതെ, അതിലൊരു തർക്കമുണ്ട്. 30-31 പാലായിലെ വീട്ടിൽ പോയി കെ എം മാണിയെ കണ്ടെന്നുള്ളൊരു തർക്കമാണ്. അതെനിക്കറിയാവുന്ന ഒരു ദിവസം ഈ 30-ാം തീയതി ഞായറാഴ്ച തന്നെയാണ് ഈ നേതാക്കന്മാരെല്ലാം കെ എം മാണിയെ കാണാൻ വേണ്ടി പാലായിലെ വീട്ടിൽ പോയിട്ടുള്ളത്. അത് അവരെയൊക്കെ വിളിച്ച് ചോദിക്കുകയും അവരുടെ ഡീറ്റെയിൽസ് പരിശോധിക്കുകയും ചെയ്താൽ അത് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ ഈ 300ഓളം പേരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തെന്ന് പറയുന്നുണ്ട്. 300ഓളം പേരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തതിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ ബിജു രമേശിൻ്റെ സ്ഥിതി എന്താണ്? ബിജു രമേശിന് അവിടെ എക്സൈസിൻ്റെ ഇൻ്റലിജൻസിൻ്റെ പരിശോധന, അവിടെ ആധാർ റെയ്ഡ്, ഈ റെയ്ഡ്, അവിടെ ഇലക്ട്രിസിറ്റിയുടെ റെയ്ഡ്, അതുപോലെ 40 കൊല്ലം ആയിട്ട് ബിജു രമേശ് നടത്തിക്കൊണ്ടിരുന്ന ബിജു രമേശിൻ്റെ കെട്ടിടം ഇപ്പോഴാണത് പുറമ്പോക്ക് ഭൂമിയാണെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ ആകെ ബിജു രമേശ് ശ്വാസം മുട്ടിയിരിക്കുക. അതുകൊണ്ടാണ് ഒരാളും അല്ല, അതൊക്കെ വന്നോട്ടെ, അത് നമുക്ക് നോക്കാം. ഈ വ്യവസായം ഉണ്ടെങ്കിലല്ലേ ബിനോയ്ക്ക് വരുള്ളൂ. ഈ വ്യവസായത്തിൻ്റെ സ്ഥിതി നമ്മളേതായാലും വ്യവസായത്തിൻ്റെ അതൊക്കെ വരട്ടെ, നമുക്ക് നോക്കാം. ഇതിപ്പം ഞാനതുകൊണ്ടാണ് ഈ ആളുകളൊക്കെ 300 പേരും സത്യം പറയാത്തതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരാൾ പറഞ്ഞതിൻ്റെ സ്ഥിതി പുള്ളി ഇപ്പോൾ തീർന്ന് കോടതിയൊക്കെ ആയിട്ട് നടക്കുക. രമേശൻ കോൺട്രാക്ടറുടെ മകനായോണ്ടാണ് പിടിച്ചത്. സാധാരണ ബാറുകാരനാണ് അവരെ കടപറിച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചത്. ബിജു രമേശിന് ചെയ്യാം. ബിജു രമേശിന് ആസ്തിയുണ്ട്, തൻ്റെ ഇടമുണ്ട്, നെഞ്ചൂക്കുണ്ട്. ഞാൻ ബിജു രമേശിൻ്റെ ആരാധകനൊന്നുമല്ല. രമേശൻ കോൺട്രാക്ടറുടെ ഒരു പ്രതാപത്തിൻ്റെ ബലമുണ്ട്. അതുകൊണ്ട് ബിജു രമേശിന് ആ ലെവൽ വരെ പോകാം. റൌഫ് വെല്ലുവിളിച്ചിരുന്ന പോലെ. റൌഫ് അല്ല, ഞാൻ പറഞ്ഞത് റൌഫിന് പറ്റും. കുഞ്ഞാലിക്കുട്ടിയെ വെല്ലുവിളിക്കാൻ റൌഫിന് സാധിക്കും, വേറെ ആൾക്ക് സാധിക്കില്ല. അതിപ്പോൾ ആരും വെല്ലുവിളിക്കുന്നുള്ളതൊന്നും അല്ല. അന്വേഷണം പോലെ പോയാൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരും. ഈ പറയേണ്ട പോലെ തന്നെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഒക്കെ മൊഴി കൊടുത്താൽ മതി. നുണയൊക്കെ മാറ്റി നിർത്തിയിട്ട് സത്യം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെല്ലാം തീരും. അത് പറയണ്ടേ? അത് പറയാനുള്ള സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇനിയെങ്കിലും അത് ഉപയോഗിക്കട്ടെ. നിങ്ങളെന്തിനാണ് ശ്രീ സുനിൽകുമാർ ഇങ്ങനെ പ്രതിപക്ഷം എന്ന് പറഞ്ഞു നടക്കുന്നത്? അതാ ഒരു ആരോപണം ഉന്നയിക്കുന്നവരുടെ തറവാട് വീട് കുളം തോണ്ടാൻ വേണ്ടി ഇവിടെ സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് ഇതാ വേറൊരു ബാറുടമ തന്നെ പറയുന്നത്. ആ ബാറുടമ പറയുന്നു എന്നുള്ളതല്ല. ബിജു രമേശിന് അറിയാം അദ്ദേഹത്തിനെതിരെ വരുന്ന ഏത് കാര്യങ്ങളും എതിർക്കാനും നേരിടാനും അദ്ദേഹത്തിന് രാഷ്ട്രീയ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. ബിജു രമേശ് ഞങ്ങളുമായി ഗൂഢാലോചന നടത്തിയിട്ടുമല്ല ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ബിജു രമേശിനെ പോലെയുള്ള ആർക്കും എന്ത് വന്നാലും, പ്രത്യേകിച്ച് ഈ കേസിൽ സാക്ഷി പറഞ്ഞതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കും അറിയാം. പിന്നെ ഒരു കാര്യം, കെ എം മാണി ആനപ്പുറത്തിരുന്ന് വേലി വിളിച്ചിട്ട് കാര്യമില്ല. കെ എം മാണി രാജിവെച്ച് ധനകാര്യ നിയമകാര്യ മന്ത്രി എന്ന നിലയിൽ രാജിവെച്ച് അദ്ദേഹം ഈ അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകുമ്പോൾ ഇവിടെയുള്ള പല ബാറുടമസ്ഥന്മാരും പറയാനുള്ള കാര്യങ്ങൾ പറയും, ഒരു സംശയമില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു? ഇവർ അധികാരമെല്ലാം ഉപയോഗപ്പെടുത്തി ഗവൺമെന്റിന് വേണ്ടി, ഗവൺമെന്റിന്റെ മന്ത്രിക്ക് വേണ്ടി, ഗവൺമെന്റിന്റെ എല്ലാ മെഷീനറിയും ഉപയോഗപ്പെടുത്തി ഒരു കൈക്കൂലിക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുറന്നു കാണിക്കാൻ വേണ്ടി പ്രതിപക്ഷം ഏത് നിലയിലുള്ള പരിപാടിയും ചെയ്യും. ഞങ്ങളിപ്പോൾ നിയമപരമായ നിലയിൽ മുന്നോട്ട് പോയതിൻ്റെ ഫലമായി തന്നെയാണ് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വന്നത്.
നിയമപരമായി മാത്രമല്ല രാഷ്ട്രീയമായും ഇതിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതിപക്ഷം വെറുതെ ഇരിക്കുന്നു ആരും തെറ്റിദ്ധരിക്കേണ്ട. പ്രതിപക്ഷം ഇത് വിടാനും പോകുന്നില്ല. ഇതിനെതിരായി ശക്തമായ നിലയിലുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടും നിയമപരമായ മാർഗത്തിലൂടെയും ഉണ്ടാകും. വളരെ കുറവാണ്. ഈ ജഡ്ജ്മെന്റിൽ എന്തിനെതിരെ അപ്പീൽ പോകും എന്നെ സംബന്ധിച്ച് എനിക്കൊരു വ്യക്തതയില്ല. എനിക്ക് തോന്നുന്നു ആന്റണി രാജു അക്കാര്യത്തിൽ വ്യക്തത നൽകുമായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇതിപ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പ് പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുള്ളൊരു രാഷ്ട്രീയ ആയുധമാണ്, അവരത് ഉപയോഗിക്കും. അപ്പോൾ ഈ കിടന്ന് നാറുക എന്നുള്ളതാണോ മാണി? അത് ഞാൻ പറഞ്ഞില്ലേ, കെ എം മാണിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് പിറ്റേ ദിവസം ഒക്ടോബർ 31-ാം തീയതിയാണ് ശ്രീ ബിജു രമേശ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്ന ദിവസം 3 സ്റ്റാർ അടക്കണം 4 സ്റ്റാർ തുറക്കണം എന്ന വിധി വന്ന ദിവസമാണ് അദ്ദേഹം മനോരമ ചാനലിൽ മന്ത്രിയുടെ പേര് പറയാതെയും കൈരളി പീപ്പിൾ ചാനലിൽ മന്ത്രിയുടെ പേര് പറഞ്ഞു ആരോപണം ഉന്നയിച്ചു. അന്ന് രാത്രി തന്നെ വലിയ തർക്ക വിഷയമായി, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നവംബർ 2-ാം തീയതിയോ 3-ാം തീയതിയോ കെ എം മാണി രാജിവെക്കുക, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മാണി സാറ് ആ കത്തും കണ്ട് തന്നേക്കെന്ന് പറഞ്ഞ് പ്രശ്നം തീർക്കായിരുന്നു. അന്ന് രാജിവെച്ചെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പൊളിറ്റിക്കലാണ്, ഇത് ലീഗലല്ല, പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായം. അന്ന് കുഞ്ഞാലിക്കുട്ടി രാജിവെക്കാൻ 2 മാസം താമസിച്ചു. അതുകൊണ്ടാണ് വലിയ കുഴപ്പമുണ്ടായത്. പിറ്റേ ദിവസം കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചെങ്കിൽ മറ്റേ കുറ്റിപ്പുറത്തെ തോൽവിയെങ്കിലും ഒഴിവാക്കാമായിരുന്നു, ഒരു അന്തസ്സുണ്ടായിരുന്നു. അത് രാജിവെക്കാതെ 2 മാസം പിടിച്ചു തന്നു. അവസാനം ഇത് വിരിച്ച പഴുപ്പള ചക്ക കാക്ക കൊത്തി, ഞാൻ പറഞ്ഞില്ലേ, പഴുപ്പള ചക്ക കാക്ക കൊത്തുമ്പോൾ ആദ്യം കാക്ക കൊത്തും, പിന്നെ അണ്ണാൻ തുരക്കും, മഴ പെയ്ത് വെള്ളം ഇറങ്ങി ചക്കക്കുരു മുളയ്ക്കും, അവസാനം ബ്ലൂം എന്ന് പറഞ്ഞ് താഴത്ത് വീണ് ഈച്ച ആർക്കും. ഇപ്പോൾ കെ എം മാണി ഈച്ച ആർക്കുന്ന സ്റ്റേജിൽ കഴിഞ്ഞു. ചക്കക്കുരു മുളച്ച് സാമാന്യ ചെറിയ പ്ലാവിൻ്റെ തൈകളായി. ഇനിയിപ്പോൾ അതേ രാജിവെച്ചിട്ട് എന്താ കാര്യമുള്ളത്? രാഷ്ട്രീയമായിട്ട് ഒരു ഫലവുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കാൻ പോകുന്നില്ല. സുനിൽകുമാർ വെറുതെ വ്യാമോഹിക്കേണ്ട. കാരണം എന്താ, കെ എം മാണി കൈക്കൂലി വാങ്ങുന്ന അറിയാൻ പാടാത്ത ഒരു കുഞ്ഞും കേരളത്തിലില്ല. 3.5 കോടി ആളുകൾ അരിയാഹാരം കഴിക്കുന്നവർ മാത്രമല്ല, ജോസഫ് എം പുതുശ്ശേരി ഒഴിച്ച് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ആന്റണി രാജുവിന് അതിന് മൗഢ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആന്റണി രാജുവിൻ്റെ സത്യത്തിൽ ഞാൻ ആന്റണി രാജുവിനെ കുറ്റം പറയല്ല. ഇന്നത്തെ ചർച്ച നടത്തുമ്പോൾ ആന്റണി രാജുവിൻ്റെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൂഢമായ ഒരു ആനന്ദം. ആന്റണി രാജുവിനത് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പുകാർക്ക് എനിക്കറിയില്ല. ആന്റണി രാജുവിന് എനിക്ക് സ്നേഹമാണ്. ഈ PC ജോർജ് കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കുന്ന ഒരാൾ ആന്റണി രാജുവാണ്, കേരള കോൺഗ്രസ്. ആന്റണി രാജു ഇങ്ങനെയൊക്കെ മാണിസാറിന് വേണ്ടി പറയുന്നുണ്ടെങ്കിലും പക്ഷെ പുതുശ്ശേരിയുടെ മുഖത്ത് അങ്ങനെയല്ല, വലിയ വേവലാതിയും. ഞാനിപ്പോൾ ഏഷ്യാനെറ്റിൽ കണ്ടതാണ്. സത്യത്തിൽ ശ്രീ ആന്റണി രാജു സന്തോഷമായിട്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിലാണ് എൻ്റെ സുഖം കുടികൊള്ളുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം. ഞാൻ പറഞ്ഞത് പക്ഷേ ഗൂഢമായ ഒരു ആനന്ദം അത് ഒളിച്ചു വെക്കാൻ അങ്ങ് പഠിക്കണം. അദ്ദേഹത്തിന് അഭിനയിക്കാന്ന് പറയുന്നത് അതൊക്കെ കുഴപ്പം. പക്ഷേ ജോസഫ് ഇന്ന് മാണി സാറിനെ വല്ലാതെ ഡിഫെൻഡ് ചെയ്തു. അല്ല, ജോസഫ് ചെയ്യും, അത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും മറ്റ് പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഒഴിച്ചാൽ, ഈ പുതുശ്ശേരിയും ആന്റണി രാജു ഒഴിച്ചാൽ ആരെങ്കിലും ഇന്ന് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ പോകും? ഇന്നല്ല, ഈ കാലഘട്ടം അത്രയും ഒരു വർഷത്തോളം ജോസഫ് അങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നതാണല്ലോ അവരുടെ ഗ്രൂപ്പുകാരുടെ ഒരു പ്രധാന സങ്കടം. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിസ് ജോർജിനെ വിളിച്ചു ചോദിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കും. ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല, ഞാൻ വിളിച്ചു. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ പുതുശ്ശേരിക്ക് കിട്ടിയ കൂലിയേക്കാൾ വലിയ കൂലി. അല്ലല്ല, ആന്റണി രാജുവിനാണ് സമയം. ശ്രീ ആന്റണി രാജു, താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുക. എനിക്ക് വലിയ ദുഃഖമുണ്ട്. ഇത് കുറച്ച് നേരം കുറച്ച് പോകാമായിരുന്നു, പക്ഷേ 10 മണിക്ക് എനിക്ക് ഡെമോക്രസി ഉണ്ട്, അതുകൊണ്ട് കാണിക്കാൻ നീട്ടാൻ നിർവാഹമില്ല. പറയൂ താങ്കളുടെ മറുപടി. അല്ല ഈ കേസിൽ ഞാൻ ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് തന്നെ വൈകുന്നേരമാണ് ഇട്ട്, അതിനുശേഷം തുടർച്ചയായിട്ട് ചർച്ചയുള്ളത് കൊണ്ട് ഈ ജഡ്ജ്മെൻറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇത് നിയമവിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം ഈ ജഡ്ജ്മെൻറ്റ് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. നിയമപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. അതാണ് എന്റെ സംശയം. ഇതിനകത്ത് എന്ത് അപ്പീലിനാണ് നിങ്ങൾ പോകാൻ പറഞ്ഞത്? അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വൈരുദ്ധ്യം ഉണ്ടെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫൈനൽ റിപ്പോർട്ടിലും ഫാക്ച്വൽ റിപ്പോർട്ടിലും പറയുന്ന കാര്യങ്ങളെ പോലും അവിശ്വസിച്ചുകൊണ്ട് ചില നിഗമനങ്ങളിൽ എങ്ങനെ ജഡ്ജി എത്തി എന്നുള്ളതാണ്. അത് തെളിവെടുപ്പിലൂടെ അല്ലാതെ ജഡ്ജിക്ക് കഴിയില്ല. ഫാക്ച്വൽ റിപ്പോർട്ടിനെ അവിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ ഒരു മോണിറ്ററിംഗ് പൊസിഷൻ വഹിക്കുന്ന ഡയറക്ടർ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ അട്ടിമറിച്ചുകൊണ്ട്, അതിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തൻ്റെ നിഗമനങ്ങൾ അടിച്ചേൽപ്പിക്കാനാകില്ല. ഏതെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കപ്പെടാതെ കിടന്നിട്ടുണ്ട് എങ്കിൽ അക്കാര്യത്തിൽ കൂടി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകൂ എന്ന് പറയാനേ വിൻസെൻ്റ് എം പോളിന് കഴിയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുക്തിപരമായി തന്നെ ശരിയാണ്. നിയമപരമായി വേണമെങ്കിൽ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നികേഷ്, ഈ കേസിൽ ഡയറക്ടർ ജനറൽ അതായത് ശ്രീ വിൻസെന്റ് എം പോൾ ഒരിക്കലും കെ എം മാണിക്കെതിരെ കുറ്റപത്രം കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ല.
അദ്ദേഹം ശ്രീ ആന്റണി രാജു, നമ്മളിപ്പോ വിശകലനം ചെയ്യുന്നത് ജോൺ കെ ഇല്ലിക്കാടിന്റെ വിധിയാണ്. അതിനകത്ത് പറയുന്നത് കവറിംഗ് ലെറ്ററും അതുപോലെ തന്നെ വിൻസെന്റ് എം പോളിന്റെ റിപ്പോർട്ടും രണ്ടും തന്നെയും സമ്മർദ്ദം ചെലുത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് ഈ വിധത്തിലാകണം എന്നത് സംബന്ധിച്ച് എന്നാണ്. അല്ല, പക്ഷെ നമുക്കത് തന്നെ വായിക്കുമ്പോൾ അറിയാം. ആ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതാണ് എന്റെ നിഗമനം, നിങ്ങൾ ഇത് പരിശോധിച്ച് അന്തിമ റിപ്പോർട്ട് കൊടുക്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി KM മാണിക്കെതിരെ കൂടുതൽ തെളിവുണ്ടായിരുന്നെങ്കിൽ ഒരു കുറ്റപത്രം കൊടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സുഖേഷിനുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ സമ്മർദ്ദം ചെലുത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ നിഗമനങ്ങൾ മാറ്റിവെപ്പിച്ച് ഡയറക്ടറുടെ നിഗമനങ്ങൾ, ഡയറക്ടർ എങ്ങനെ നിഗമനത്തിലെത്തി? 2 സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ഒരു നിഗമനത്തിലെത്തി. അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് എഴുതിക്കുന്നു എന്നാണ് ജോൺ കെ ഇല്ലിക്കാടൻ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ താങ്കളോട് തുടർച്ചയായി പറയുന്നത്, ഇതിൽ എന്തെങ്കിലും ഒരു ഭാഗം, ഒരു വരി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതായി കാണുന്നുണ്ടോ? അപ്പീലിന് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്, ഫാക്ച്വൽ റിപ്പോർട്ടും ഫൈനൽ റിപ്പോർട്ടും പരസ്പര വിരുദ്ധമാണല്ലോ. നമ്പർ 1 ആണ് ഫാക്ച്വൽ റിപ്പോർട്ടും പരസ്പര വിരുദ്ധം. 2, ഈ വിൻസെന്റ് എം പോൾ എന്ന് പറഞ്ഞ DGP ഈ ഫാക്ച്വൽ റിപ്പോർട്ട് പരിശോധിച്ച് അതിലെ അന്വേഷണത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനൊക്കെ തെളിവുണ്ടോ എന്ന് SP-യോട് ചോദിച്ചപ്പോൾ സുഖേഷൻ കൊടുത്ത മറുപടി എന്താണ്? ഇതിനൊന്നും തെളിവില്ല എന്ന് തന്നെയാണ്. പിന്നെ ഏതടിസ്ഥാനത്തിലാണ് ജഡ്ജി ഇതിനൊക്കെ തെളിവുണ്ട് എന്ന് സ്വയം എത്തിച്ചേർന്നെന്നുള്ളതിനെ കുറിച്ച് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ താങ്കൾ അത് പറയുന്നത്? ഇതിനൊക്കെ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തെളിവില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നൊക്കെ എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? ഇവിടെ അമ്പിളി കണ്ടതായി നൽകിയ മൊഴി, അതിന്റെ അടിസ്ഥാനത്തിലുള്ള നുണപരിശോധന, ഇതൊക്കെ എങ്ങനെ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് കോടതി തന്നെ ചില വിലയിരുത്തലുകൾ നടത്തുകയാണ്. നുണപരിശോധന സംബന്ധിച്ച് നേരിട്ടുള്ള തെളിവല്ലെങ്കിൽ തന്നെയും എന്താണോ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്നത് അത് പരിശോധിക്കുന്നതിന് വേണ്ടി നുണപരിശോധന ഉപയോഗിക്കാവുന്നതാണ് എന്നും അതുകൊണ്ട് തന്നെ അമ്പിളിയുടെ മൊഴി സാഹചര്യ തെളിവാണ് എന്നും കണ്ടെത്തുന്നു. ഇതൊക്കെയാണ് തെളിവ്. അത് ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അതിന്റെ അടിസ്ഥാനത്തിൽ മാണിക്കെതിരെ കേസെടുക്കാമെന്നും ജോൺ കെ ഇല്ലിക്കാടൻ പറയുന്നു. അല്ല, വിൻസെന്റ് എം പോളിന്റെ റിപ്പോർട്ടിൽ തന്നെ സുഖേഷിനോട് ചോദിച്ചപ്പോൾ ഇതിനൊന്നും നേരിട്ട് തെളിവില്ല എന്ന് അത് എഴുതി കൊടുത്തതായിട്ട് വിൻസെന്റ് എം പോളിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. വിൻസെന്റ് എം പോൾ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു? വിൻസെന്റ് എം പോളിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുന്നിലുള്ള രേഖ ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടാണ്. കോടതി മുഖാന്തരം ഞാനടക്കമുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. 2, ഇപ്പോ ജോൺ കെ ഇല്ലിക്കാടന്റെ വിധി. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെളിവ് ജോൺ കെ ഇല്ലിക്കാടന് സ്വീകാര്യമാണ്. അവിടെ അതിനിടയിൽ ആന്റണി രാജുവും KM മാണിയും വിൻസെന്റ് എം പോളും ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട്, ജോൺ കെ ഇല്ലിക്കാടന്റെ വിധി. ഒരു പണി ടോമിൻ തച്ചങ്കരിയെ വിജിലൻസ് ഡയറക്ടർ ആക്കിയാൽ മതി. എങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ തുടരന്വേഷണം? പിന്നെ വേണ്ടല്ലോ, ഒരു കുറ്റപത്രം കൊടുക്കാൻ പറയാമായിരുന്നല്ലോ. എന്തുകൊണ്ടേ കോടതി അത് പറഞ്ഞില്ല? അങ്ങനെ കോടതിക്ക് പറയാൻ പറ്റില്ല. അത് ആന്റണി രാജുവിനെ എന്നെക്കാൾ നന്നായിട്ട് അറിയാമല്ലോ. കോടതിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പൊ അഭയ കേസ്, ഈ കേസ് മാറ്റി നിർത്തുക. അഭയ കേസിൽ ആദ്യം CBI-ക്കാര് അറിയാം. കോടതി ഇത്രയും പറയാവുന്നുള്ള കോടതിക്ക് ഇതിന് കുറ്റപത്രം കൊടുക്കാൻ കഴിയുന്ന ഈ രാജ്യത്ത് കുറ്റപത്രം കൊടുക്കാൻ പര്യാപ്തമായ തെളിവുകളുണ്ട് എന്നത് നിഗമനം പോലും നടത്തിയിട്ടില്ല. അല്ല, കോടതി ഇക്കാര്യത്തിൽ തെളിവുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറ്റപത്രം കൊടുക്കാൻ പര്യാപ്തമായ തുടരുക. അല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി. എനിക്ക് ഇപ്പൊ തന്നെ ചർച്ച അവസാനിപ്പിക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു. അപ്പീലൊന്നും പോയിട്ട് കാര്യമില്ല. ശ്രീ ആന്റണി രാജു, വെറുതെ സമയം കളയണ്ട. ഒരു അടി കൂടി കിട്ടാം ഹൈക്കോടതിയിൽ നിന്ന്. അതിനല്ലാതെ വേറെ എലഗൻസ് ബിനോയ്, ജയശങ്കർ, ആന്റണി രാജു ഒരു അടിയും കിട്ടില്ല. ഈ അന്വേഷണം തുടരന്വേഷണം പൂർത്തിയാകുമ്പോൾ
KM മാണിയെ കുറ്റവിമുക്തനായിട്ടുള്ള റിപ്പോർട്ട് തന്നെയായിരിക്കും വരിക. കഴിഞ്ഞ ഇതിനു മുമ്പുള്ള ചർച്ചയിൽ ആന്റണി രാജു പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇതെല്ലാം തന്നെ വിജിലൻസ് കോടതിയിൽ വരും, അന്ന് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കും, അപ്പോൾ ഞാൻ അത് പറയാം എന്നാണ് ഈ പറയുന്നത്. ഹൈക്കോടതിയിൽ ഏതോ ഒരു സിനിമയില് ജഗതി ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക്, ഞാൻ പറയാം, ഈ കച്ചിത്തുരുമ്പിൽ പിടിച്ചുകൊണ്ട് ഇതാണ് അന്തിമ വിധി എന്നുള്ള നിഗമനത്തിലേക്ക് നികേഷ് എത്തിച്ചേരുകയാണെങ്കിൽ മൂഢന്മാരുടെ സ്വർഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അന്തിമ വിധി ഇതിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അന്ന് ആന്റണി രാജു നന്നായി കലക്കിയെടുത്ത ഒരു ഗ്ലാസ് ഹോർലിക്സ്, കലങ്ങാതെ കുടിക്കരുത്, നന്നായി കലക്കിയെടുത്ത ഒരു ഗ്ലാസ് ഹോർലിക്സ് വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിക്കണം താങ്കൾ. ഒരു കാര്യം കൂടി.